بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على من الشاهدين الشاكرين والحمد لله رب العالمين درست العلم حتى صرت قطبا ونلت السعد من مولى الموالي لكل ول له قدم وإني على قدم النبي بدر الكمال مرادي يا مرادي يا مرادي مرادي أشرف الخلق مرادي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് പത്ത് വർഷമായി നടന്നു വരുന്ന ഈ മജ്ലിസിന്റെ വാർഷിക സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു മഹത്വം നൽകിയ മഹാരഥന്മാരെ അനുസ്മരിക്കൽ ഓരോ മുസ്ലിമിനും അനിവാര്യമായ ഒരു ഇബാദത്താണ്. എല്ലാ മഹത്തുക്കൾക്കും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും എല്ലാ നല്ല ആളുകൾക്കും ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. നിസ്കാരത്തിൽ നാം എല്ലാവരും ലോകത്ത് ജീവിച്ചിരിക്കുന്ന മൺമറഞ്ഞുപോയ സർവമഹത്തുക്കൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, നീ മഹത്വം നൽകിയ ആളുകൾ അവരാണ് സ്വാലിഹീങ്ങൾ. അതിൽ അംബിയ ഉണ്ട്, മലക്കുകളുണ്ട്, ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കൾ തന്നെ വിവിധ തസ്തികയിലുള്ള മഹാരഥന്മാരുണ്ട്.
അവരിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് അഖ്താബുകൾ. കുത്തുബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാർ. ഔലിയാക്കളിൽ ഏറ്റവും സ്ഥാനവും ബഹുമാനവും ഉള്ളവർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബിമാരാണ്. അവരാണ് ലോകത്ത് ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരിലും ലോകത്തുള്ള മൊത്തത്തിലുള്ള ഔലിയാക്കളിലും ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒന്നാമത്തെ മഹാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരോടൊപ്പം ജീവിച്ച, അവരുടെ കാലത്തും മറ്റും ജീവിച്ച സ്വഹാബിമാർ, അവർക്ക് വലിയ സ്ഥാനവും ബഹുമാനവും അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെപ്പോലെ ഈമാനിൽ പൂർണ്ണത പ്രാപിച്ച ആളുകൾ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്ത് വേറെയില്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ നബിമാർ കഴിഞ്ഞാൽ വിശ്വാസത്തിലും കർമ്മത്തിലും ഏറ്റവും മുൻപന്തിയിലുള്ളവർ സ്വഹാബിമാരാണ്. അവർക്ക് ശേഷം ആ സ്വഹാബിമാരെ കണ്ട് ജീവിച്ച താബിഉകളും തബഉ താബിഉകളും, അഥവാ ഒന്നാം നൂറ്റാണ്ടിലും ഹിജ്റ വർഷപ്രകാരം രണ്ടാം നൂറ്റാണ്ടിലുമൊക്കെ ജീവിച്ച മഹാന്മാർ, 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളുകൾക്ക് പ്രത്യേകം മഹത്വമുണ്ട്. ഹിജ്റ 300-ന്റെ ഉള്ളിൽ ജീവിച്ചവരാണ് ലോകത്ത് അറിയപ്പെട്ട 4 ഇമാമുകളും. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ആ 4 ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ ജീവിച്ചവരാണ്. സ്വഹാബിമാരെ കണ്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഇമാമു കൂടിയാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവർക്ക് ശേഷം ബഹുമാനപ്പെട്ട ഇമാമു മദീന പള്ളിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ആ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ കൂടിയായ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ കൂടിയായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 മഹത്തുക്കളും ഹിജ്റ 300-ൽ ജീവിച്ചവരും കഴിഞ്ഞുപോയവരുമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ഹിജ്റ 150-ൽ ജനിച്ചു, ഹിജ്റ 204-ൽ വഫാത്തായി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച അതേ വർഷത്തിലാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഷാഫി ഇമാം തങ്ങൾ കണ്ടിട്ടില്ല. അവരിൽ നിന്ന് ഇൽമു സ്വീകരിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ധാരാളം ശിഷ്യന്മാരെയും കണ്ടു. ഞാൻ ആമുഖമായത് പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു പക്ഷെ അങ്ങനെ ധാരണയില്ലെങ്കിലും നാമമാത്രം മുസ്ലിങ്ങൾക്കൊരു ധാരണയുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. അതല്ല, എല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവർക്കും മുസ്ലിമിന്റെ പേരാണ്, എല്ലാവരും ഒരുപോലെയാണ്. അതൊരിക്കലും അല്ല. അതൊരു മൗഢ്യമായ ചിന്തയാണ്. ലോകത്ത് 300-നിടയിൽ കഴിഞ്ഞുപോയ മഹാന്മാർക്ക് പ്രത്യേകത വേറെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി, തലമുറകളിൽ ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്, 1-ാം നൂറ്റാണ്ട്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തവർ ജീവിച്ച നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട്.
സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവർ ജീവിച്ച നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട്. ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കൾക്ക്, ആളുകൾക്ക് പ്രത്യേകത വേറെയുണ്ട്. കാരണം അവർ സ്വഹാബിമാരെ കണ്ടവരെയും കണ്ടവരെയും ജീവിച്ചവരാണ്. അതിനുശേഷം കഴിഞ്ഞവരൊന്നും അങ്ങനെയല്ല. 4-ാം നൂറ്റാണ്ട് മുതൽ ലോകത്ത് വന്ന ആളുകളൊന്നും അത്ര ഗ്രേഡിലുള്ള മഹാന്മാരല്ല. നാം അനുസ്മരിക്കുന്ന വലിയ പണ്ഡിതനും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ, അഖ്താബുകളിൽ വലിയ കുതുബുമായ ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. ഹിജ്റ 470 ആണ് മഹാനവർകളുടെ ജന്മം. അപ്പൊ 5-ാം നൂറ്റാണ്ടിലാണ് അധിക ജീവിതവും വരുന്നത്. 90 വർഷക്കാലം അല്ലെങ്കിൽ 91 വർഷക്കാലം ജീവിച്ച മഹാനവർകൾ ജീവിതത്തിന്റെ മിക്ക ഭാഗവും 5-ാം നൂറ്റാണ്ടിലാണ്. ആ 5-ാം നൂറ്റാണ്ടിൽ മഹാനവർകൾ ജനിച്ചതു മുതൽ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് നന്മയുടെയും തൗഹീദിന്റെയും ഹിദായത്തിന്റെയും വെളിച്ചം പകർന്ന് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി, സന്മാർഗസ്ഥരാക്കി, അള്ളാഹുവിന്റെ പ്രീതിയിൽ വഴി നടത്തി. അതിനാദ്യം മഹാനവർകൾ സ്വീകരിച്ച വഴി നമ്മളെല്ലാവരും പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. മഹാനവർകൾ ആദ്യം സ്വീകരിച്ച വഴി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർഗം ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽക്ക് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠനത്തിലാണ്. ചെറിയ വയസ്സിൽ 6-ാമത്തെ വയസ്സിന്റെ അവസാനമാകുമ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനും മഹാനവർകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു എന്നത്, അതും അത്ര നന്ന ചെറുപ്പത്തിൽ പഠിച്ചു എന്നത്, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് മഹാനവർകൾ പഠനത്തിന്റെ മേഖലയിലാണ്. നീണ്ട 50 വർഷക്കാലമാണ് മഹാനവർകൾ പഠനം നടത്തിയത്. 1-2 വർഷമല്ല, പഠിക്കാത്ത ഒരു വിഷയങ്ങളുമില്ല. ലോകത്ത് നാം ഇന്ന് വിഷയങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഏതെല്ലാം വിഷയമുണ്ട്? ഗോളശാസ്ത്രം, അതും പഠിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രമാണോ? അതും പഠിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രമാണോ? അതും പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു ശാസ്ത്രശാഖകൾ മുഴുവനും മഹാനവർകൾ പഠിച്ചു. ആ പഠനം നീണ്ട വർഷക്കാലം വലിയ പണ്ഡിതന്മാരുടെ മുന്നിൽ തപസ്സിരുന്ന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗത്തിൽ അടിത്തറ പാകിയ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അടിത്തറയായി സ്വീകരിച്ചത് അസ്വിദ്ഖു, സത്യസന്ധതയാണ്. സത്യസന്ധത പുലർത്തുന്ന ആളുകൾക്ക് ഉയരാൻ കഴിയൂ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. താവടി അങ്ങനെ നോക്കുമ്പോൾ 10-ാമത്തെയും ഒരു വഴിക്ക് നോക്കുമ്പോൾ 11-ാമത്തെയും പേരക്കുട്ടിയാണ് മഹാനവർകൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. പിതാവിന്റെ വഴിയിലും മാതാവിന്റെ വഴിയിലും 2 പരമ്പരയിലും ചെന്നെത്തുന്ന മഹാനവർകൾക്ക് വലിയ പ്രത്യേകതയാണ് അല്ലാഹു തആല നൽകിയത്. ചിലരൊക്കെ പിതാവിന്റെ വഴിയിലൂടെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് ചേരുന്നത്. മറ്റു ചിലർ മാതാവിന്റെ വഴിയിലൂടെ ആയിരിക്കും. 2 വഴിയിലൂടെയും അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുന്ത ശംസം വനൂറൻ ഖദ് ഇൽതമഅ അന്തൽ വകീലു ലഹു യാ മുഹിയദ്ദീനി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉപ്പ വഴിക്കും ഉമ്മ വഴിക്കും ശ്രേഷ്ഠമായ താവടികൾ സ്വീകരിച്ച്
വളരെ സൂക്ഷ്മതയുടെ പര്യായങ്ങളായ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന മഹാൻ. മാതാപിതാക്കൾ നല്ല മഹത്തുള്ളവരാകണമല്ലോ. മക്കൾ മഹത്തുള്ളവരാകണമെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മാതാപിതാക്കൾ വലിയ ശ്രേഷ്ഠരായ മഹാന്മാരാണ്. അവിടുത്തെ പിതാമഹൻ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു എന്നാണ് ജനങ്ങൾ വിളിപ്പേരിട്ടത്. സൗമഈ എന്ന വാക്കിന്റെ അർത്ഥം ഒരു മഠത്തിൽ ഒരു ആരാധനാ സ്ഥലത്ത് ധ്യാന നിരതനായി കൂടുന്ന മഹാൻ എന്നാണ്. സൗമഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം മഠം എന്നാണ്, ആരാധനാ കേന്ദ്രം. ഒരു സ്ഥലത്ത് തന്നെ അത്യാവശ്യമായുള്ള ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ബാക്കി സമയം മുഴുവനും ആരാധനയിലും പഠനത്തിലും പഠിപ്പിക്കുന്നതിലും മാത്രം മുഴുകിയ ഉമ്മയുടെ പിതാവായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു, അവരെ കീഴിലാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശിക്ഷണത്തിലായി വളരുന്നത്. മഹാനവറുകളുടെ കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ മരണപ്പെട്ടുപോയി. ഉപ്പയുടെ കൂടെ സംരക്ഷണത്തിൽ കഴിയാൻ കൂടുതൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മയുടെ ഉപ്പയായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു, അതും പിതാമഹനാണ്, വല്യുപ്പയാണ്. അവരെ സംരക്ഷണത്തിൽ മഹാനവറുകൾ ജീവിച്ച് വളരുകയാണ്. ആ ഉപ്പയും ഉമ്മയും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം സത്യം മാത്രം പറയണം, സത്യം മാത്രം സ്വീകരിക്കണം, സത്യമായത് മാത്രം ഉൾക്കൊള്ളണം, വേറെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. സത്യം മാത്രം പറയണമെന്നും സത്യം മാത്രം സ്വീകരിക്കണമെന്നും സത്യം മാത്രം ഉൾക്കൊള്ളണമെന്നുമുള്ള നിർദ്ദേശം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും മഹാനവറുകൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അതങ്ങനെ തന്നെ ഉമ്മയോട് പോയിട്ട് പറയും. കുട്ടിക്കാലത്ത് മഹാനവറുകൾ തന്റെ കുടുംബത്തിന്റെയും വീട്ടുകാരുടെയൊക്കെ ജീവിത മാർഗത്തിന്റെ സ്വത്താണ് മൃഗങ്ങളെ വളർത്തിയിട്ട് അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം നടത്തുക. കർഷക കുടുംബം അതൊരു ബറക്കത്തുള്ള കുടുംബമാണ്. നല്ല നിലക്കാണെങ്കിൽ നല്ല ബറക്കത്തുണ്ടാവും. ആടുകളെയും ഒട്ടകങ്ങളെയും പശുക്കളെയൊക്കെ വളർത്തി പോറ്റി അതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കുന്ന ആളുകൾ നല്ല തൊഴിലെടുക്കുന്നവരാണ്. തൊഴിലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൊഴില് കൃഷി എന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അതാണ് ഏറ്റവും നല്ല തൊഴിൽ. അഫ്ളലുൽ അഅമാലി അസ്സറാഅ, തൊഴിലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണ്. ആ കർഷക കുടുംബത്തിൽപ്പെട്ട മഹാനവറുകൾ പശുക്കളുടെ പിന്നാലെ പോകുമ്പോ കുട്ടിക്കാലത്താണ് ഒരു പശു തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അലിഹാദാ ഖുലിഖ്ത അം ബിഹാദാ ഉമിർത, ഞങ്ങളെ നയിക്കാനും തൊളിക്കാനും മേയ്ക്കാനുമാണോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്? ഞങ്ങളെ പിന്നാലെ നടക്കാനാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്? ഈ ഒരു ചോദ്യം ഒരു പശുവിൽ നിന്ന് അത്ഭുതത്തോടെ മഹാനവറുകൾ കേട്ട ഉടനെ ഉമ്മയോട് പോയിട്ട് പറഞ്ഞു, പശു ഇങ്ങനെ സംസാരിച്ചു. ഉമ്മ ആ വാക്ക് വിശ്വസിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ മറ്റൊരു അത്ഭുതമുണ്ടായി. വീടിന്റെ മുകളിൽ, ഇറാനിലാണ് മഹാനവറുകൾ വീടിന്റെ മുകളിൽ കയറിയപ്പോ അറഫ മൈതാനത്ത് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഒരുമിച്ച് കൂടിയ ഒരു ദൃശ്യം ഇറാനിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. ഇറാനിലെ ചെറിയൊരു പ്രദേശമായ കൈലാൻ എന്ന് പറയുന്നൊരു പ്രദേശം, ജീലാൻ എന്നും പറയാം ആ പ്രദേശത്തെ പറ്റി. രണ്ട് പേരുകളുമുണ്ട്. ജീലാൻ എന്നും പറയും, കൈലാൻ എന്നും പറയും. നജഫ് എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു ഉൾപ്രദേശമാണ് ജീലാൻ, കൈലാൻ എന്നൊക്കെ പറയുന്ന പ്രദേശം. ആ പ്രദേശമാണ് ഇപ്പോൾ ലോകത്തറിയപ്പെട്ടത് ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇറാനിലെ ഈ കൊച്ചു പ്രദേശത്തിൽ വീടിന്റെ മുകളിൽ കയറിയിട്ട്
എത്രയോ ദൂരമുണ്ട് മക്കത്തുൽ മുക്കറമയിലെ അറഫ മൈതാനത്തേക്ക്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ 400 കിലോമീറ്ററിലധികമുണ്ട്. അതിലും എത്രയോ അപ്പുറത്താണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രമുള്ളത്. അതിലെ ഒരു കൊച്ചു പ്രദേശമാണ് കൈലാൻ എന്ന പ്രദേശത്ത്. ആ കുഗ്രാമത്തിലെ വീടിന്റെ മുകളിൽ കയറി അറഫ മൈതാനത്ത് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ നാട് വിട്ടു പോകണം, എനിക്ക് ഇൽമു സ്വീകരിക്കണം, നാട് വിട്ടു പോകണം. ആ സമയത്ത് മഹാനവറുകൾക്ക് 18 വയസ്സിനോടടുക്കുകയാണ്. അത്രയും കാലം നാട്ടിലുള്ള ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ചു, ഹദീസ് പഠിച്ചു, ധാരാളം വിഷയങ്ങൾ പഠിച്ചു. 18ാമത്തെ വയസ്സിൽ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ എങ്കിൽ അങ്ങനെയാവാം, നാട് വിട്ടു പോകാം. അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്തു. യാത്ര അയക്കുന്ന സമയത്ത് മകനെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, നിങ്ങൾ യാത്ര പോവുകയാണ് ബഗ്ദാദിലേക്ക്. ഒരുപാട് പണ്ഡിതന്മാർ ഇൽമ് വിതരണം ചെയ്യുന്ന പ്രദേശമാണ് ബഗ്ദാദ്. അത് ഇറാഖിലാണ്. പോകുന്നത് ഇറാനിൽ നിന്നാണ്. ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി. ചെറിയ പ്രായത്തിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പോകുമ്പോ ഉമ്മ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഹാദാ വജ്ഹുൻ ലാ ഉറാഹു, ഹാദാ വജ്ഹുൻ ലാ ഉറാഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഇനി ഞാൻ കാണാത്തൊരു മുഖമാണിത്. എന്റെ മോൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വിജ്ഞാനത്തിന് വേണ്ടി തപസ്സിരിക്കുന്ന എന്റെ മകൻ ആ വിഷയത്തിൽ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ കാണാനുണ്ടാവുകയില്ല. അത്രയും ദീർഘകാലം എന്റെ മകൻ പഠിക്കുമെന്നാണ് ഉമ്മ പറയുന്നത്. പോകുന്ന മകനോട് പറയുന്നു, മോനെ, ഉപ്പ ബാക്കി വെച്ച 80 ദീനാറുണ്ട് ഇവിടെ. ഉപ്പയുടെ അനന്തര സ്വത്താണ്. 80 ദീനാർ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ പറഞ്ഞു, വേണ്ട, 80 ദീനാർ മൊത്തം എനിക്ക് തരരുത്. എന്റെ ഒരു സഹോദരൻ കൂടിയുണ്ടല്ലോ, അതുകൊണ്ട് പകുതി മാത്രമേ ഉമ്മ എനിക്ക് തരാവൂ. 40 എനിക്ക് തരാവൂ. 40 അവിടെ ബാക്കി വെക്കണം, അത് സഹോദരനുള്ളതാണ്. മൊത്തം എനിക്ക് തരേണ്ടതില്ല. ആ 40 ദീനാറ് അന്നത്തെ കാലത്ത് കവർച്ചാ സംഘങ്ങൾ കൂടിയ കാലമാണ്. വളരെ ഭദ്രമായി മഹാനവറുകളുടെ കുപ്പായത്തിന്റെ ഉള്ളിൽ, സാധാരണ നമുക്കൊക്കെ ഇപ്പോൾ പുതിയ കുപ്പായങ്ങൾക്ക് ഉൾപോക്കറ്റ് ഉണ്ടാകാറുണ്ട്. അന്നത്തെ സംവിധാനമൊന്നും അങ്ങനെയില്ല. അപ്പോൾ മാറിന്റെ ഭാഗത്തായി, കക്ഷത്തിന്റെ ഭാഗത്തായി, അടിയിലായി കാണാത്ത രൂപത്തിൽ ഒരു ചെറിയ സഞ്ചി പോലോത്ത, ഒരു കവറ് പോലോത്ത ഒന്ന് ഉണ്ടാക്കി തുന്നിപ്പിടിപ്പിച്ച് ഈ 40 ദീനാർ അതിൽ വെച്ചു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പുറമെ ഒന്നും കാണാനില്ല. പുറത്തുള്ള കീശകളിലോ മറ്റോ കയ്യിലോ ഒന്നും കാണാനില്ല. ഒരു സാധാരണ വസ്ത്രം ധരിച്ച രൂപത്തിലാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ ഉമ്മ കൊടുക്കുകയാണ്. പഠിക്കേണ്ട മേഖലയിൽ പ്രയാസങ്ങൾ ധാരാളം അനുഭവിക്കും. പക്ഷേ പതറിപ്പോകാൻ പാടില്ല. അടിയുറച്ചു നിന്ന് നന്നായി പഠിക്കണം. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരും. പഠനരംഗത്തുനിന്ന് പിറകോട്ട് പോകാൻ പാടില്ല. പഠിക്കാൻ പോകുമ്പോ അലസത വരും. ആ അലസതയെ വകഞ്ഞു മാറ്റണം. പിന്തിരിപ്പൻ ശക്തികളായിട്ട് പലരും വരും. പിശാച് മുന്നിൽ വന്ന് ഒരുപക്ഷെ പിന്തിരിപ്പൻ ശക്തി നടത്തും. പിശാചിന്റെ ജൽപ്പനങ്ങൾക്ക് വഴിപ്പെടാതെ പഠനത്തിൽ മുന്നോട്ട് നീങ്ങണം. ആരുടെ കൂടെ സഹവസിക്കുമ്പോഴും അവർക്ക് നിന്നിൽ നിന്ന് കാണേണ്ടത് നല്ല മാതൃകകൾ മാത്രമാണ്. കൂട്ടത്തിൽ പറഞ്ഞു, ഇയ്യാകാൻ തക്ദിബ ഫഇന്നൽ മുഅ്മിന ലാ യക്ദിബൂ. മോനെ, ഒരിക്കലും കള്ളം പറയരുത്, കളവ് പറയരുത്. ഫഇന്നൽ മുഅ്മിന ലാ യക്ദിബൂ. വിശ്വാസി കളവ് പറയുകയില്ല.
യഥാർത്ഥ മുഅ്മിൻ ഒരു ചെറിയ കളവ് പോലും പറയാതെ അവന്റെ നാവിനെ സൂക്ഷിക്കുന്നവനാണ്. കളവ് പറയുക എന്നത് ഖുർആൻ അടയാളമായി പറഞ്ഞത് മുനാഫിഖുകളുടെ അടയാളമാണ്. ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, കപട വിശ്വാസികൾ കള്ളം പറയുന്നവരാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും കളവ് പറയൂല, അത് വിശ്വാസത്തോട് ചേരുന്ന കാര്യമല്ല. ഉപ്പമാരും ഉമ്മമാരും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വാക്കിലും പ്രവൃത്തിയിലും സത്യമാണ്. എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വാഗ്ദാനം ചെയ്തോ, അവരെ മനസ്സിൽ അത് ഓർമ്മയുണ്ടാകും. പിന്നത് ചോദിക്കുമ്പോ നിരാകരിക്കരുത്, അത് കളവാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, അത് കളവാണ്. നല്ലോണം പഠിച്ച് ജയിക്കാൻ വേണ്ടി ഓഫർ പറയുന്ന ചില മാതാപിതാക്കളുണ്ട്. കുട്ടി അധ്വാനിച്ച് പഠിച്ച് മാർക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ട് എന്നോട് നിങ്ങൾ പറഞ്ഞൊരു ഓഫറുണ്ട്, എനിക്ക് ഒരു 5000 രൂപയുടെ സൈക്കിൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ ഒരു 25,000 രൂപയുടെ ചെറിയൊരു ബൈക്ക് വാങ്ങിത്തരും. ഉപ്പ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞോ? നിനക്കങ്ങനെ തോന്നിയതായിരിക്കും. നേർക്ക് നേരെ ഇയാള് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ അയാള് വിമർശിക്കുന്ന സമയത്ത് അത് കളവാണ്. എന്താണോ പറയുന്നത് അത് സാധിച്ചു കൊടുക്കണം. സാധിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയേണ്ടതുള്ളൂ. ബാപ്പ പറഞ്ഞു മകനോട്, മോനെ, മദ്രസയിൽ നീ 10 വരെ പഠിച്ച് 10ാം ക്ലാസ്സിൽ ഉന്നത മാർക്ക് നേടിയാൽ നിന്നെ ഉംറക്ക് കൊണ്ടുപോകും. ഒരു സത്യമായ വാക്കല്ലേ, ഒരു വാഗ്ദാനമല്ലേ? നല്ലോണം പഠിച്ച് വളർന്ന് വലുതായ കുട്ടി ഉംറയുടെ വിഷയം ചോദിച്ചു. അത് പെരടിയിൽ ഒരു ബാധ്യതയായി തൂങ്ങി നിൽക്കുന്ന ഒരു ഹക്കാണ്. ആ കുട്ടിയെ കാശുണ്ടാക്കി ഉംറക്ക് കൊണ്ടുപോകൽ ബാപ്പയുടെ ബാധ്യതയാണ്. ആ ബാധ്യത വീട്ടിക്കൊള്ളണം, അത് നിർബന്ധമാണ്, സുന്നത്തല്ല, വാഗ്ദാനമാണത്. കഴിയുന്നതേ പറയാവൂ. സംസാരിക്കുന്നതിന്റെ ഇടയില് കള്ളമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരൊറ്റ വാക്ക് പോലും മക്കളോട് പറയരുത്, പഠിപ്പിക്കരുത്. കേട്ടിട്ടില്ലേ നിങ്ങളെ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് വീടിന്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മ വീട്ടിന്റെ മുന്നിൽ വന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഉമ്മ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട്, മോനെ ഇതാ വാന്നും പറഞ്ഞ് കൈ ചുരുട്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളെ മുന്നിലൂടെ പോകുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ വിളിക്കുന്ന ഈ രംഗം കാണുകയാണ്. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് മോനെ വിളിക്കുന്നു. അപ്പൊ ഈ കയ്യിൽ വല്ലതും ഉണ്ടാകണമല്ലോ. ഉണ്ടെന്ന് കരുതിയിട്ട് ആ കുട്ടി ഓടി വരുമല്ലോ. ഉമ്മയോട് തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല ഉമ്മ, വല്ലതും കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണോ നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തു. അതിലൊരു കാരക്കയുണ്ടായിരുന്നു. ഉമ്മ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? ആ കുട്ടി അടുത്തേക്ക് ഓടി വരണം, എന്നിട്ട് നിങ്ങളെ ഉദ്ദേശം നടക്കണം. ഒന്നും കൊടുക്കാൻ നിങ്ങളെ ഉദ്ദേശമില്ല, കൈ വെറുതെ ചുരുട്ടിയതാണെങ്കിൽ അതൊരു കളവാണ്. കൈ വെറുതെ എങ്ങനെ ചുരുട്ടി പിടിച്ചതാണ്, ഉള്ളിലുള്ളത് കാണൂലല്ലോ. കുട്ടി താല്പര്യത്തോടെ ഓടി വരുമ്പോ കൈയങ്ങ് നിവർത്തി, ഉള്ളിലൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ആ കുട്ടിക്കൊരു കളവാണ് പഠിപ്പിച്ചത്. ഇത്ര പോലും കളവ് ഒരു രക്ഷിതാവും ഒരു മാതാവും ഒരു കുട്ടിക്കും പകർന്നു കൊടുത്തുകൂടാ. സത്യം മാത്രമേ കൽപ്പിക്കാവൂ, സത്യം മാത്രമേ ശീലിപ്പിക്കാവൂ, സത്യം മാത്രമേ പഠിപ്പിച്ച് പരിശീലിപ്പിക്കാവൂ. കളവൊന്നും പറയരുത്. പല വിഷയങ്ങളിലും കുട്ടികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന മാതാക്കൾ പലതും തരാമെന്ന് പറയും. കാര്യം സാധിച്ചാലോ പിന്നീട് ആ വാക്കങ്ങ് തള്ളിക്കളയും. ഉമ്മമാരെ, അത് കളവാണ്. ഉച്ച മുതൽ ഉമ്മ ഒരു കുട്ടിയെ കുളിക്കാൻ വിളിക്കുന്നു. കുട്ടി കളിയുടെ ത്രില്ലിലാണ്, എത്ര വിളിച്ചിട്ടും വരുന്നില്ല. 4-5 മണിക്കൂർ പലപ്പോഴും വിളിച്ചു നോക്കി. പക്ഷേ ഉമ്മ പറഞ്ഞു, മോനെ, നീ കുളിക്കാൻ വന്നാൽ, മോളെ നീ കുളിക്കാൻ വന്നാൽ നിനക്ക് നല്ല ഒരു ചോക്ലേറ്റ് തരും, 1ാം നമ്പർ ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആഗ്രഹിച്ച് കുട്ടി ഓടി വന്നു. പെട്ടെന്ന് കുളിക്കാനൊക്കെ റെഡിയായി, കുളിയും കഴിഞ്ഞു. കുട്ടിയുടെ മനസ്സിലാകെ ഒന്നേ ഉള്ളൂ, കുളിയൊന്നുമല്ല, ചോക്ലേറ്റ്. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തോർത്തി കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തിയ ഉടനെ ഡ്രസ്സ് മാറ്റുമ്പോഴേക്ക് കുട്ടി ചോദിച്ചു, ചോക്ലേറ്റ് ഇവിടെ? അത് നമുക്ക് നാളെ വാങ്ങാം. എന്നാ പിന്നെ നാളെ പറഞ്ഞാ പോരെ, ഇന്ന് പറയണോ?
ഇന്നത് പറഞ്ഞിട്ട് കൊടുക്കാനില്ലേ, അതൊരു കളവാണ്. ആ വാഗ്ദാനം തള്ളിപ്പോയി, കളവാണത്. കള്ളം പഠിപ്പിക്കാൻ പാടില്ല, കളവ് ശീലിപ്പിക്കാൻ പാടില്ല. മക്കൾ നന്നായി കിട്ടൂല. നിങ്ങൾ എത്ര നേർച്ചയാക്കിയിട്ടും കാര്യമില്ല. നമ്മളെ സ്വഭാവങ്ങളിൽ നിന്ന് അവർ സത്യമേ പഠിക്കാവൂ, സത്യം മാത്രമേ അവർ പുൽകാവൂ. ഒരിക്കലും കള്ളമായൊരു വാക്കും പ്രവൃത്തിയും ഒരു രക്ഷിതാവും ഒരു കുട്ടിക്കും പകർന്നു കൊടുക്കരുത്. അത് ശൈഖ് ജീലാനി റളിയല്ലാഹുവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം പഠിക്കാൻ വേണ്ടി വിടുമ്പോ ഇയ്യാക അൻ തക്ദിബ്, ഒരിക്കലും കളവ് പറയരുത്, സൂക്ഷിക്കണം. ഫൈനൽ മുഅ്മിന ലാ യക്ദിബു, വിശ്വാസി ഒരിക്കലും കള്ളം പറയുകയില്ല. ഒരു ചെറിയ യാത്രാ സംഘത്തിന്റെ കൂടെയാണ് മഹാനവറുകളെ പറഞ്ഞേക്കുന്നത്. ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായിട്ട് ശൈഖ് ജീലാനി തങ്ങൾ മാത്രമാണ്. ബഗ്ദാദിലേക്ക് പോകുമ്പോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് സലാം പറഞ്ഞ് മകൻ വീട്ടിൽ നിന്നിറങ്ങി യാത്രാ സംഘത്തിന്റെ കൂടെ പോയി. അവര് കച്ചവട സംഘമാണ്. കുറെ ദൂരം യാത്ര ചെയ്ത് വനാന്തരങ്ങൾക്ക് ഉള്ളിലെത്തിയപ്പോൾ നാലു ഭാഗത്തുനിന്നും കൊള്ളക്കാരവരെ മുന്നിലേക്ക് ചാടിപ്പോയി. ഓരോരുത്തരെയും പിടിച്ച് ഓരോ ഭാഗത്ത് കൊണ്ടുപോയി നിർത്തി. ശൈഖ് ജീലാനി റളിയല്ലാഹുവിനെ മാത്രം പിടിച്ചില്ല. കാരണം ഒരു ചെറുപ്പക്കാരനാണ്, കയ്യിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. മറ്റുള്ളവരൊക്കെ കച്ചവടക്കാരാണ്. അവർക്ക് സ്വത്ത് വാങ്ങാനുള്ള പണം കയ്യിലുണ്ടാകും. വസ്തുക്കൾ വാങ്ങിയിട്ട് വിൽപ്പന നടത്തണം. ലാഭം കിട്ടിയിട്ട് ലാഭവിഹിതം വെച്ച് ബാക്കിയുള്ളതിന് വീണ്ടും വസ്തുക്കൾ വാങ്ങണം. അങ്ങനെയല്ലേ കച്ചവടം നടത്താറുള്ളത്. അവരെ കയ്യിലുള്ള കാശ് മുഴുവനും ഓരോരുത്തരും സ്വരൂപിച്ചു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഓരോരുത്തരും എടുത്തു. ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള വസ്ത്രങ്ങളടക്കം എടുത്തുപോയി. അതാ ഒരാൾ കൊള്ളയടിച്ച് വരുന്നൊരു കൊള്ളക്കാരൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒറ്റക്ക് വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, നിന്റെ വക്കല് വല്ലതുമുണ്ടോ? മഹാനവറുകൾ ഉടനെ പറഞ്ഞു, മൈ 40 ദീനാർ, എന്നോടൊപ്പം 40 ദീനാറുണ്ട്. 40 ദീനാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, അതസ്തഹ്സിഉ ബി, നീ എന്നെ കളിയാക്കാണോ? കാരണം സഹോദരങ്ങളെ, കളവ് പറയൽ ഹലാലായ ഒരു സന്ദർഭമാണത്. സ്വന്തം ശരീരത്തിനും സ്വന്തം സമ്പത്തിനും ഭീഷണി നേരിടുന്ന ഒരു സമയമാണ്. ഉണ്ടോന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇല്ല എന്ന് പറയാം. കടം ചോദിക്കുമ്പോ അങ്ങനെ പറയരുത് കേട്ടോ, അത് കളവായി മാറും. അതെ, ഓൻ തരൂലാന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് തുറന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ തരുമെങ്കിൽ നിനക്ക് ഞാൻ തരും. ഒറ്റക്ക് തരാനാവില്ല, 2 സാക്ഷികളെയും കൂട്ടി. കാരണം വാക്കെപ്പോഴാ മാറുക, എപ്പോഴാ മരിക്കുക എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇല്ലാന്ന് പറഞ്ഞാൽ കളവാ. അല്ല, 1000 റുപ്യ എടുക്കാണ്ടോ? 1000 റുപ്യ ഉണ്ട്, 2000 ഉണ്ട്, 10000 ഉണ്ട്. ഉണ്ടാവൂല. നേർക്ക് നേരെ കയ്യിൽ വെച്ചിട്ടാണ് ഈ പറയുന്നതെങ്കിൽ ശുദ്ധമായ കളവാണ്. അതല്ല, ആ 1000 അയാളുടേതല്ല. എന്റെ കയ്യിൽ 1000 ഉണ്ട്, പക്ഷെ അത് എന്റേതല്ല. സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ എനിക്ക് തന്നതാണ്, ഇതിപ്പോ നിനക്ക് തരാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ മതി. സ്വന്തത്തിൽ എന്റെ കാശുണ്ട്, പക്ഷെ അത് കൊടുത്താൽ കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവാ. അത് പറയാൻ പാടില്ല. അത് തുറന്നു പറഞ്ഞേക്കണം. കാശുണ്ട്, നീ ചോദിച്ചതുണ്ട്, തരാനും കഴിയും, പക്ഷെ നീ തിരിച്ചു തരുമോന്നൊരു പേടിയാണ്. തിരിച്ച് നീ പറ്റിക്കാതെ തരികയാണെങ്കിൽ, ഇവിടെ കച്ചവടത്തിന് കൊടുത്തിട്ട് തന്നെ പല ആൾക്കാരും പറ്റിപ്പോയി അല്ലേ? കുറെ ആൾക്കാർ പറ്റിപ്പോയി. മാസം മാസം ഇത്ര ലാഭം കിട്ടുന്ന കണ്ട് കൊണ്ടുപോയിട്ട് ഭാര്യന്റെയും ഉമ്മാന്റെയും ഒക്കെ പൊന്ന് പിന്നെ വിറ്റ് 2 ലക്ഷം 3 ലക്ഷം കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് മാസം മാസം ഇങ്ങനെ 5000 10000 ഇങ്ങനെ കിട്ടിയപ്പോ അവരിങ്ങനെ സന്തോഷിച്ചോ, നല്ല കച്ചവടമാണ്, നല്ല ഷെയർ ബിസിനസ് ആണ്, എന്താ ലാഭം, വീട്ടിലിരിക്കുക 10000 എങ്ങനെ വരിക. 2-3 മാസം കഴിഞ്ഞപ്പോ കാശും ഇല്ല, ആളും ഇല്ല. ആളെ അന്വേഷിച്ച് നോക്കുമ്പോ ആൾ ആസ്ത്രയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരെല്ലാവർക്കും ഇങ്ങനെ കാലി ഇളകാൻ തുടങ്ങി. അപ്പോഴാണ് വിഷയങ്ങൾ പലതും പുറത്തിങ്ങനെ വരാൻ തുടങ്ങുന്നത്. അപ്പൊ ലാഭം കിട്ടുന്നുണ്ടപ്പോ കൊണ്ടേ അടച്ചു, ലാഭവും ഇല്ല, ഇപ്പോ കൊണ്ടുപോയതുമില്ല അല്ലേ? അങ്ങനെ ഒരു പണത്തിന് പണം എന്ന ലാഭം ഇസ്ലാമിക ദൃഷ്ട്യാ അത് ശരിയല്ല. അതുകൊണ്ടായിരിക്കും പലർക്കും അതിൽ തകർച്ച നേരിടുന്നത് എന്നിങ്ങനെ തോന്നുന്നു. ഒരു ഖിറാദ് ലാഭക്കൂറ് കച്ചവടമാണെങ്കിൽ ഇസ്ലാമിക ദൃഷ്ടി അത് ശരിയാണ്. പക്ഷെ ലാഭക്കൂറ് കച്ചവടമാണെങ്കിൽ തന്നെ മാസം 2000 തരാന്ന് പറയാൻ കഴിയില്ല. കിട്ടിയതിന്റെ ലാഭത്തിൽ നിന്ന് ഒന്നുകിൽ നിനക്ക് 1% തരും,
അല്ലെങ്കിൽ 2% തരും. ലാഭം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ നിനക്ക് അതിന്റെ 3% തരും, അത്രേ പറയാൻ കഴിയുള്ളൂ. കറക്റ്റ് എങ്ങനെ ലാഭം 2000 എന്ന് പറയാൻ കഴിയാ? കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ കറക്റ്റ് 2000 ലാഭം എന്ന് പറയാൻ കഴിയില്ല. ചെറിയ കച്ചവടക്കാരന് പോലും കഴിയില്ല. അപ്പോ മനസ്സിലായി അത് ഇവിടുന്ന് കാശ് വാങ്ങി അവിടെ കൊടുക്കാണ്, അവിടുന്ന് വാങ്ങി മറ്റോടത്ത് കൊടുക്കുക, മറ്റോടത്ത് വാങ്ങി അവിടെ കൊടുക്കുക. എവിടെയും കിട്ടാതാകുമ്പോ എന്ത് ചെയ്യാ? ഒരു വിസ എങ്ങനെങ്കിലും ഒപ്പിക്കുക. ഒപ്പിച്ചിട്ട് സ്ഥലം വിടുക. സ്ഥലം വിട്ടില്ലെങ്കിൽ ആൾക്കാർ പഞ്ഞിക്കിടും, അടിച്ച് ശരിയാക്കും, പിന്നെ ആള് മയ്യത്താവും. അപ്പൊ ജീവിക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് ആള് പുറത്തു പോകും. അതിന് കാശ് കൊടുക്കാൻ പലരെടുത്തും കാശുണ്ടാവും. സുഹൃത്ത്, ഒപ്പം പഠിച്ച സുഹൃത്ത് അല്ലെങ്കിൽ സ്വന്തം ചേട്ടൻ അനുജൻ ചോദിക്കാണ്, ഒരു 5000 അർജന്റ് ഉണ്ടായിരുന്നു, ഉണ്ടാകുമോ? അതിപ്പോ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ല, ഉണ്ടായിട്ടാണ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അത് കളവന്നെ, അങ്ങനെ പറയാൻ പാടില്ല. 5000 ഉണ്ട്, നീ എന്ന് തരും ചോദിക്കാലോ. എന്ന് തരും? എന്താ ചോദിക്കുന്നത്? തരും, ഉറപ്പാ 2 ആഴ്ച കൊണ്ട് തരും. എന്നാ നിൽക്കും ഒരു പണി, ഞാൻ മരിച്ചു പോയാലും ഇത് കുട്ടികൾക്ക് ഈ കാശ് കിട്ടണ്ടേ, ഒരു 2 ആളങ്ങോട്ട് കൂട്ടിക്കോളും. ഒന്ന് മൂത്താപ്പാനി, ഒന്ന് എളാപ്പാനി, ഒരു വിശ്വസ്തരാണ്, ഒരു കേട്ടോട്ടെ. ഞാൻ അതാ ഒരു 5000 കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സാക്ഷിയാണ്. സാക്ഷി നിർത്തണം എന്നല്ലേ ഖുർആൻ പറയുന്നത്? സാക്ഷി നിർത്തണം, കടം കൊടുത്ത് എഴുതി വെക്കണം എന്നുള്ള ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജ് ആയത്താണ്, അത്ര വലുപ്പമുള്ള ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ വേറല്ല. ആയത്തുദ്ദൈൻ, കടത്തെ പറ്റി പഠിപ്പിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ഏറ്റവും ദീർഘിച്ച ആയത്ത്. അത് നമ്മളോട് പറഞ്ഞതാ, സാക്ഷികളെ നിർത്തണം, ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങളെ സാക്ഷി നിർത്തണം, എന്നിട്ടത് എഴുതി വെക്കണം. ഇതൊക്കെ മടിച്ചിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയും ഇല്ല. ശുദ്ധമായ നുണ. അത് ശീലിക്കരുത്. അതുകൊണ്ട് നമ്മളെ സമ്പത്തിൽ ബർക്കത്ത് കുറയും, ബർക്കത്ത് ഉണ്ടാവില്ല. നേര് പറയണം, തുറന്നു പറയണം. ഇവിടെ കളവ് പറയൽ ഹലാലാണ്. ശരീരത്തിനും സമ്പത്തിനും പരിക്ക് പറ്റുന്ന അവസ്ഥ. അപ്പൊ പോകുമ്പോ ഈ കുട്ടിയല്ലേ, കൂട്ടത്തിൽ വന്നൊരു ചെറുപ്പക്കാരനല്ലേ, ആ കുട്ടിയോട് ചോദിച്ചു വല്ലതുണ്ടോ? ആ ഉണ്ട്, 40 ദീനാർ ഉണ്ട്. ഇതെല്ലാവരും ഇല്ലാതെ പറയുന്ന സമയത്ത് ഒരാൾ ഉണ്ട്, ഒരാള് മാത്രം ഉണ്ട് എന്നും 40 ദീനാർ ഉണ്ട് എന്നും പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കൊള്ളക്കാരൻ ചോദിച്ചു, പരിഹസിക്കാണോ? അല്ലല്ല, പരിഹസിക്കല്ല, ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അയാൾ അങ്ങനെ പോയി. രണ്ടാമതൊരാൾ വന്നപ്പോ ചോദിച്ചു, ഇങ്ങനെ കൊള്ള അടിച്ചു പോകുന്ന ഒരാള്, നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? പറഞ്ഞു, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എവിടെ? ദാ എന്റെ ഈ മാറിന്റെ ഈ ഭാഗത്തായി കക്ഷത്തിന്റെ അടിയിലായി ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആളും പോയി. ഇവർ രണ്ടുപേരും പരസ്പരം ഈ കുട്ടിയെ പറ്റി, അല്ല ഒരു കുട്ടി അങ്ങനെ പറഞ്ഞു. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ആ കുട്ടി എന്നോടും പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ എന്നോടും പറഞ്ഞു അതേ വാക്ക്. നേതാവിന്റെ അടുത്ത് പോയിട്ട് ഇവര് പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിന്റെ അടുത്ത് 40 ദീനാറുണ്ട്, ആ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവരൂ. അപ്പൊ കൊള്ളത്തലവൻ നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്, കണ്ടാൽ തന്നെ ഒരു തലവനാണ്. കാരണം ശരീരത്തിന്റെ ആ പവറും ആ രൂപവും മുടിയൊക്കെ കൂടി കണ്ടാൽ സുബ്ഹാനല്ലാഹ് ഒരു ഭീകര ജീവിയാണ്. കാരണം മുടി അങ്ങനെ വെട്ടിയാൽ ആൾക്കാർക്ക് അത്ര പേടി ഉണ്ടാവില്ല, വെട്ടാതിരുന്നാ പേടിയാണ്. ഏത് കൂട്ടത്തിൽ പെട്ടാൻ തിരിയില്ല. ആ രൂപത്തിലിരിക്കുന്ന ഈ മനുഷ്യനോട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ല നിന്റെ വക്കൽ വല്ലതും ഉണ്ടോ? ഉണ്ട്. എത്രയാണുള്ളത്? 40 ദീനാറുണ്ട്. 40 ദീനാർ കൃത്യമായി വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും അതെണ്ണി നോക്കുമ്പോ 40 ദീനാറുമുണ്ട്. ചോദിച്ചു, അല്ല മോനെ, ഈ കാണുന്ന കച്ചവടക്കാര് മുഴുവനും രക്ഷപ്പെടാൻ വേണ്ടി പലതും അവര് രഹസ്യമാക്കി വെച്ചു. ചിലരോടൊക്കെ ചോദിച്ചപ്പോ കുടുംബത്തിന്റെ യാതനകളും വേദനകളും പറഞ്ഞ് പലരും ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. ഓരോരുത്തരുടേതും സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്ന് വരെ കൊള്ളക്കാര് കൊള്ളയടിച്ചിതാ നിരത്തി വെച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ മാത്രം ഇത്ര കറക്റ്റായി ഉള്ളത് പറഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ താല്പര്യം? കുട്ടി പറഞ്ഞു, ഒന്നുമല്ല, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മയുടെ നിർദ്ദേശമാണ്, ഒരിക്കലും കള്ളം പറഞ്ഞുകൂടാ, സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. കൊള്ളത്തലവൻ ആ കുട്ടിയുടെ കൈ പിടിക്കുന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൈ. 18 വയസ്സ് പ്രായമുള്ള ആ ചെറിയ ചെറുപ്പക്കാരനായ ആ സയ്യിദിന്റെ ആ തങ്ങളുട്ടിയുടെ കൈ പിടിച്ച് കൊള്ളക്കാരൻ പറയുന്നു, ഒരു ഉമ്മാന്റെ വാക്ക് കേട്ട്, നിന്റെ ഉമ്മയുടെ വാക്ക് കേട്ട്
അതും ഇന്നത്തെ ഒരു ദിവസത്തെ നിർദ്ദേശം കേട്ട് ഇത്രമാത്രം കൃത്യമായി സത്യം പറഞ്ഞെങ്കിൽ എത്ര നാളായി ഞങ്ങളിവിടെ പലരെയും ചതി നടത്തുന്നത്, പലരെയും കൊള്ളയടിക്കുന്നത്, സ്രഷ്ടാവായ റബ്ബിനോട് ഞങ്ങൾ നന്ദികേട് ചെയ്യുന്നത് കാലമത്രയായി. അതുകൊണ്ട് കൊള്ളത്തലവൻ പറഞ്ഞു, ഇനി ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനില്ല, ആരെയും ശല്യപ്പെടുത്താനില്ല. ആ കച്ചവട സംഘത്തിൽ നിന്ന് പിടിച്ച സ്വത്ത് മുഴുവനും അവർക്ക് ഓരോരുത്തർക്കും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം തോപ ചെയ്ത് മടങ്ങിയപ്പോ പിന്നാലെയുള്ള കവർച്ചക്കാര് മുഴുവനും തോപ ചെയ്തു. എല്ലാവരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബഗ്ദാദിലേക്ക് പോകുന്നു, ഇൽമു പഠിച്ച് വളർന്ന് നന്നാകാൻ. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യം നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. അതുകൊണ്ട് തന്നെ സത്യം മാത്രമേ പറയാവൂ. ഖദ് ഖുംത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹ്ദി വൽഇജ്തിഹാദി വഫി യൽ അഹ്ദി വൽ വഈദി ഫകുല്ലു അഹ്ലി തുഖാ വസ്സുഹ്ദി വൽ ജുഹ്ദി യദ്ഉക യാ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീനി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് സത്യത്തിലായി ഉറച്ചു നിന്ന നിലപാട് കൊണ്ട് 18ാമത്തെ വയസ്സിൽ തന്നെ മഹാകൊള്ളക്കാരെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനും ഇൽമു പഠിക്കാൻ വേണ്ടി മഹാനവറുകളെ കൂടെ എല്ലാവരും ബഗ്ദാദിലേക്ക് പോയി. സഹോദരങ്ങളെ, ഇൽമിന്റെ പഠനം തുടങ്ങി ഒരുപാട് കാലം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ തന്ന 40 ദീനാറ് തീർന്നു. പിന്നെ എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടിയിട്ട് മഹാനവറുകൾ ആ ഭക്ഷണം കഴിച്ചിട്ടങ്ങനെ പഠിക്കും. അതും ദിനേന 2-3 നേരമില്ല, ഒരൊറ്റ പ്രാവശ്യത്തെ ഭക്ഷണമാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യത്തെ ഭക്ഷണം കിട്ടും. ചിലപ്പോ 2 ദിവസം 3 ദിവസം കഴിയുമ്പോ ഒരു ഭക്ഷണമായിരിക്കും. വെള്ളം കുടിക്കും. ഇൽമങ്ങനെ പഠിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. പ്രാരാബ്ദങ്ങൾ ഏറി വന്നു, പട്ടിണി കൂടി വന്നു. ആ കാലഘട്ടത്തിൽ വല്ലാതെ വിശപ്പുണ്ട്, വല്ലാതെ പട്ടിണിയുണ്ട്. നടന്ന് കുറെ അങ്ങെത്തിയപ്പോ ഒരു ചെറിയ പള്ളി കണ്ടു. ആ പള്ളിയുടെ ഉള്ളിൽ കയറി അല്പം വിശ്രമിക്കാമെന്ന് കരുതി പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോ അവിടെ ഏതാ ഒരാള് ഒരു ചെറിയ പാത്രത്തില് നല്ല ഭക്ഷണം കഴിക്കുന്നു. റൊട്ടിയുണ്ട്, ആ റൊട്ടിയിലേക്ക് കൂട്ടാനുമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു, വരൂ ഭക്ഷണം കഴിക്കാം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഒരു നിശ്ചയമുണ്ട്, ഹലാലാണ് 100% ഉറപ്പുള്ളതേ കഴിക്കും, വേറൊന്നും കഴിക്കില്ല. അത് അത്രയും ഉറപ്പാകണം. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ മഹാനവറുകൾ വേസ്റ്റ് കൊട്ടയിൽ നിന്നും മറ്റുമൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. അത് ഹലാലാന്ന് ഉറപ്പാണ്. ആർക്കും വേണ്ട, തള്ളിയതല്ലേ. പുറത്തേക്ക് തള്ളിയ വേസ്റ്റ് കൊട്ട ഹോട്ടലിന്റെ ഭാഗത്തും മറ്റൊക്കെ കൂട്ടം കൂടിയിരിക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് കുറച്ച് വസ്തുക്കളൊക്കെ കണ്ടാൽ അതങ്ങനെ ഭക്ഷണം കഴിക്കും. കാരണം ആർക്കും വേണ്ടാതെ ഉപയോഗിച്ച് തള്ളിയതാണ്. ഇനി അത് ഉപയോഗിക്കുന്ന ആൾക്കാര്, ജീവികളെ കൂട്ടത്തിൽ കുറെ ജീവികൾ ഉണ്ടാവും, ആ കൂട്ടത്തിൽ ഒരു ജീവിയാണ് ഞാനും. അപ്പൊ അത് ഭക്ഷണം കഴിക്കാം. വേറെ ആരെങ്കിലും തരുന്നത്, അവര് നല്ലോണം ജോലിയെടുക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് ഉറപ്പ് വരുത്തിയ ശേഷമേ ഭക്ഷണം കഴിക്കും. ഇതെവിടുന്ന് കിട്ടി, ഈ സമ്പാദ്യം എവിടുന്ന് കിട്ടി, എങ്ങനെ സമ്പാദിച്ചു എന്ന് അന്വേഷിക്കും. അങ്ങനെ അത് പൊരുത്തപ്പെട്ട രീതിയിലാണെങ്കിൽ സ്വീകരിക്കും, ഭക്ഷണം കഴിക്കും. പള്ളിയുടെ ഉള്ളിലിരിക്കുന്ന ആള് വിളിച്ചു, വരി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മടി കാണിച്ചു. രണ്ടാമതും വിളിച്ചു. മൂന്നാമത് നിർബന്ധത്തോടെ വിളിച്ചു, നിങ്ങൾ വരി, കുറച്ച് ഭക്ഷണം കഴിക്കുക, ഇത് കഴിക്കാൻ പറ്റിയ ഭക്ഷണം, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കുക, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഇരുന്നു. ഭക്ഷണം ഇങ്ങനെ കഴിച്ചിങ്ങനെ തുടങ്ങിയപ്പോ
ഈ ഉള്ളിൽ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്ന ആള് ചോദിച്ചു, ഇവിടെ എവിടെങ്കിലും, ഈ ഭാഗത്ത് എവിടെങ്കിലും, അവിടെ കൈലാനിൽ നിന്ന്, ഇറാനിലെ കൈലാനിൽ നിന്ന്, ജീലാനിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനായ അബ്ദുൽ ഖാദിർ എന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദ്യം. എന്താ കാര്യം എന്ന് ചോദിച്ചു മഹാനവറുകൾ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ കാര്യം? ഞാൻ ഒരാഴ്ചയിലധികമായി ആ കുട്ടിയെ അന്വേഷിക്കുന്നു. ഞാൻ ആ നാട്ടുകാരനാണ്. നാട്ടിൽ നിന്ന് ഞാൻ ബഗ്ദാദിലേക്കാണ് അറിഞ്ഞപ്പോ ആ കുട്ടിയുടെ ഉമ്മ എന്റെ കയ്യിൽ കുറച്ചുകൂടി ദീനാറ് തന്നു. ഇത് ഈ കുട്ടി അന്വേഷിച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ അന്വേഷിച്ച് എവിടെയും കാണാതെ എന്റെ കയ്യിലുള്ള സ്വന്തം കാശൊക്കെ തീർന്നുപോയി. ആ കുട്ടിയെ കണ്ടത് കൊടുക്കണ്ടേ? അങ്ങനെ അവസാനം എന്റെ കയ്യിലുള്ളത് തീർന്നപ്പോ ആ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് ഒരു 2 ദീനാർ എടുത്തിട്ട് ഭക്ഷണം വാങ്ങിയിട്ടാണ് ഞാനിപ്പോ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നടന്ന ആള് ഞാനാണ്. അപ്പൊ ഇദ്ദേഹം ആകെ പേടിച്ചുപോയി. പടച്ചോനെ, നിങ്ങളെയാണോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്? ഈ ഭക്ഷണത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളാണ്. ഞാനിപ്പോ നിങ്ങളുടെ ഗസ്റ്റുമാണ്. നേരത്തെ അതിഥി എന്നുള്ള നിലക്കാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. ഇപ്പൊ ഞാനാണ് അതിഥി, നിങ്ങൾ ആതിഥേയനാണ്. ധൈര്യമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച സ്വത്തിൽ നിന്ന് 2 ദീനാറ് ഞാൻ എടുത്തിട്ടാണ് ഈ ഭക്ഷണം വാങ്ങിയത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കൂ. ഉമ്മയെ ഏൽപ്പിച്ച ബാക്കി ദീനാറിൽ നിന്ന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഒരു 10 11 ദീനാറ് ബാക്കിയുണ്ട്. അത് മഹാനവറുകളെ കയ്യിലേക്ക് കൊടുത്തു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുമ്പോ ഉമ്മ കൊടുത്തതിൽ നിന്നൊരു 2-3 ദീനാറും കൂടി കൈക്കൽ കൊടുത്തു. നിങ്ങൾ പോകല്ലേ, നിങ്ങളെ യാത്രാ ചെലവിന് വല്ലതും വേണ്ടേ? 3 ദീനാറ് പിന്നെയും കൈയിൽ കൊടുത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ദീനാറ് സഹോദരങ്ങളെ, അത് വേഗം പോയി സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വാങ്ങിയില്ല. ആ നാട്ടിൽ തന്നെ പട്ടിണി കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അത് മുതഅല്ലിമീങ്ങളിലുമുണ്ട്, ആലിമീങ്ങളിലുമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കുമായി 2 ദീനാറും 1 ദീനാറും വിഹിതം വെച്ച് കൊടുത്തു. വൈകുന്നേരമാകുമ്പോഴേക്കതും തീർന്നുപോയി. ഉമ്മ കൊണ്ടുവന്നതല്ലേ, കൊടുത്തയച്ചതല്ലേ എന്ന് കരുതിയിട്ട് അതങ്ങനെ സൂക്ഷിച്ചു വെച്ചില്ല. പഠിക്കുന്ന കാലത്ത് നിരന്തരം മഹാനവറുകൾ ഓരോ പഠന കേന്ദ്രങ്ങളിലേക്ക് ചൊല്ലുമ്പോ മലക്കുകൾ ശബ്ദിക്കുന്ന ശബ്ദം കൂട്ടുകാര് കേൾക്കാറുണ്ട്. തഫസ്സഹൂ തഫസ്സഹൂ ലിവലിയില്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം, ഒന്ന് മാറിക്കൊടുക്കണം എന്ന് അപശബ്ദങ്ങൾ മുതഅല്ലിമീങ്ങൾ കൂടെ പഠിക്കുന്നവർ കേൾക്കാറുണ്ട്. പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അന്നാണ് ജീവിതത്തിൽ പകർത്തുക മഹാനവറുകളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നമ്മൾ സഹോദരങ്ങളെ എത്ര കാര്യം പഠിച്ചിട്ടുണ്ട്, ഇന്ന് വരെ ചെയ്യാത്തത് എത്ര എണ്ണമുണ്ട്. അങ്ങനെയല്ല, ഇന്നെന്താണോ പഠിച്ചത് അത് ഇന്ന് തന്നെ പ്രാക്ടിക്കലാക്കും. അതങ്ങനെ പിന്നെ തുടർന്ന് കൊണ്ടുപോകും ജീവിതത്തിന്റെ അവസാനം വരെ. നാളെ പഠിക്കുന്നത് നാളെ മുതൽ വീണ്ടും തുടരും. ഓരോ ദിവസവും പഠിക്കുന്നത് ജീവിതത്തിൽ അങ്ങനെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, പഠനത്തിന്റെ അവസാനത്തിൽ ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് ഫിഖ്ഹും ഹദീസും ഉസൂലും തസവ്വുഫും സ്വീകരിച്ച് അവസാനം ഉസ്താദുമാര് പറഞ്ഞു, ഷെയ്ഖ് ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ ആത്മജ്ഞാനിയാണ്. ആ പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഇൽമു പഠിക്കണം.
ഹമ്മാദുദ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി ഇൽമു പഠിക്കാനായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ഹമ്മാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഞാൻ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, ഭാഷാ പഠനം നടത്തിയിട്ടുണ്ട്. 1 കൊല്ലവും 2 കൊല്ലവുമല്ല, ധാരാളം വർഷം ഇരുന്ന് ഭാഷാ പഠനം നടത്തിയിട്ടുണ്ട്. അത്രയും സ്ഫുടമായ രീതിയിൽ അറബി ഭാഷയും മറ്റു ഭാഷകളും പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ഫിഖ്ഹ് പഠിച്ചു, ഹദീസ് പഠിച്ചു. നിങ്ങൾക്കതൊക്കെ പോരെ? പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അല്ല, ഉസ്താദിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്റെ ഉസ്താദുമാര് നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. 50 കൊല്ലം പഠിക്കാൻ പോയിട്ട് 5 കൊല്ലം പഠിക്കാൻ നാളെ കിട്ടുമോ? പഠിച്ചിട്ടാണ് കുത്തുബായത് എന്നാ മഹാനവർകൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നപ്പോ മേലെന്ന് ഇങ്ങനെ തലയിലേക്ക് എന്തോ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞതല്ല, പഠിച്ചിട്ട് ദറസ്തുൽ ഇൽമ ഹത്താ സുർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. എല്ലാ വിജ്ഞാനങ്ങളും പഠിച്ചതിന് ശേഷം ഹത്താ സുർതു ഖുതുബാ, ഞാൻ വലിയ ഖുതുബായി മാറി, വലിയ നേതാവായി മാറി. ഇൽമാണതിന്റെ മുഖ്യമായ ലക്ഷ്യം. അറിവ് നമ്മുടെ സമൂഹത്തിന് കുറഞ്ഞു വരികയാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, ദീനിയായ ഇൽമു നല്ലോണം പഠിക്കണം. എല്ലാ വിഷയങ്ങളും അറിവനുസരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും സ്വഹീഹാകൂല. നിസ്കാരം ക്ലിയർ ആകണമെങ്കിൽ 29 അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങളുടെ മുഴുവനായും മഖ്റജുകൾ പഠിക്കണം. പഠിക്കൽ നിർബന്ധമാണ്. മഖ്റജ് പഠിക്കാതെ എങ്ങനെ ഫാത്തിഹ ഓതാനാണ്? ശദ്ദും മദ്ദും തിരിയാതെ എങ്ങനെ ഫാത്തിഹ ഓതാനാണ്? എങ്ങനെ അത്തഹിയ്യാത്ത് ചൊല്ലാനാണ്? ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നിസ്കാരം എവിടുന്ന് ശരിയാകാനാണ്? നജസ് വൃത്തിയാക്കുന്നത് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ കുളി ശരിയാകാനാണ്? എങ്ങനെ നിസ്കാരം ശരിയാകാനാണ്? ഇൽമു നന്നായി പഠിക്കണം. പഠിക്കൽ നിർബന്ധമുള്ള ഇൽമുകൾ പഠിക്കുന്നതിൽ മുസ്ലിം സമൂഹം പിറകോട്ട് പോകരുത്. ഇത് പഠിക്കുന്നത്, ദീന് പഠിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. നമ്മുടെ ജീവിതം ആഖിറത്തിൽ ബാസുരമാകണം. ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം ആഖിറത്തിലെത്തുമ്പോൾ ലാഭകരമാകണം. പലരും ജീവിക്കും പോലെ രാവിലെയും വൈകുന്നേരവും തികച്ചാ പോരാ. ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചിട്ടും തള്ളി നീക്കിയാ പോരാ. നമ്മുടെ ജീവിതത്തിന് ക്രമീകരണങ്ങളുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കണോ? നമ്മുടെ മുന്നിൽ വേണ്ടത് ഇൽമാണ്. അതിനനുസരിച്ചുള്ള ഇൽമു പഠിക്കൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ആണിനും പെണ്ണിനും നിർബന്ധമാണ്. ആ പഠനത്തിൽ വിട്ടുവീഴ്ച നടത്തിക്കൂടാ. പറഞ്ഞതുകൊണ്ട് കൂട്ടത്തിലൊന്ന് പറയട്ടെ. SSLCയും മറ്റും പേടിച്ചിട്ട് 7ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തിക്കളയുന്ന പലരും ഉണ്ട്. അത് തീരെ ശരിയല്ല. കുട്ടികൾക്ക് ബുദ്ധി വൈഭവം വെക്കുന്നൊരു പ്രായം അതിന് ശേഷമാണ്. അപ്പോൾ പഠിക്കാൻ അവർക്ക് ധാരാളമുണ്ട്. വൈവാഹിക ജീവിതത്തിന്റെ കൃത്യമായ മസലകളൊക്കെ പഠിക്കുന്ന 9, 10 ഒരു കുട്ടിക്കും അറിയാതെ പോകുന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, എങ്ങനെ കച്ചവടം ചെയ്യണം, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കാൻ ഒരുക്കം വേണ്ടേ? അഥവാ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വന്നാൽ 7:15 വരും. 7:35 ആവുമ്പോ പറയും 40-നാണ് ബസ്. പിന്നെന്ത് പഠിക്കാനാ? ബിസ്മി ഹംദും പറയുമ്പോത്തിന് 40 ആയില്ലേ? അപ്പൊ നമ്മൾ എഴുതി വിടും. കുട്ടി പറയും പോലെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് കുട്ടിയെ വിട്ടേക്കുക. എന്റെ മകൻ അത്രക്ക് ദുന്യാവും ആഖിറും മതി. എന്നാ പിന്നെ മതി. പിന്നെ ആർക്കും അവിടെ വേണ്ടത്? പോകാനായ മോനെ പോയിക്കോ, നീ വരാനാകുമ്പോ വന്നോ. ഇവിടെ പട്ടികയിൽ ഒന്നും എഴുതും, നീ വന്നിട്ടുണ്ട്, നീ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഹാജറിന് ആ കുട്ടിക്ക് ഫസ്റ്റാ. കാരണം എന്നും വന്നിട്ടുണ്ട്, എന്നും പോയിട്ടുണ്ട്. മാർക്ക് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ആയാലും എന്ത് കിട്ടാനാ? നമ്മളെ കൊണ്ടല്ലേ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തീരാ നഷ്ടമാണ്. അനുഭവങ്ങൾ ധാരാളല്ലേ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ദീനിയായാലും നല്ലോണം പഠിക്കണം. അത് ആഖിറത്തിന് വേണ്ടിയുള്ളതാണ്. പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് അള്ളാഹു തന്നത്. ചോദ്യം പിന്നീട് വരുമ്പോ മറുപടി നല്ലോണം പറയേണ്ടി വരും. ഇൽമു നല്ലോണം സ്വീകരിക്കണം, അതിൽ മടി കാണിക്കരുത്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹമ്മാദുദ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ പഠിക്കാൻ പോയപ്പോ എത്ര ക്ഷമയോടുകൂടെ പഠിച്ചു നോക്ക് നിങ്ങൾ. ഈ ഉസ്താദ് പറയുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ, കുറെ പഠിച്ചില്ലേ,
ഫിഖ്ഹും ഹദീസൊക്കെ 10-25 കൊല്ലം പഠിച്ചില്ല, ഇനിയും പഠിക്കാം, മതി. നമ്മളോട് അങ്ങനെ ഏതെങ്കിലും ഉസ്താദുമാർ പറയണ്ടേ ഉള്ളൂ, നമ്മളപ്പോഴേക്കാ എന്നാ ശരി ഉസ്താദെ ദ്വാരക്കണം കേട്ടോ, അസ്സലാമു അലൈക്കും. അങ്ങനെ പോയിട്ട് കാര്യമല്ല. നീയൊക്കെ പഠിച്ചു മോനെ പൊയ്ക്കോളൂ പറഞ്ഞാ നല്ല ഉസ്താദാണ്, എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും നിന്ന് നിന്നെ പറഞ്ഞയച്ചു. പക്ഷെ ഇത് പിന്തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ്. ഒക്കെ പഠിച്ചില്ലേ? ഇല്ല ഉസ്താദെ, ഇനിയും പഠിക്കാനുണ്ട്. നിങ്ങളിൽ നിന്നൊരുപാട് അറിവുകൾ എനിക്ക് കിട്ടാനുണ്ട്, അതിനാ ഞാൻ വന്നിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വരുമ്പോ ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ വന്നിരുന്നു, ഒരുപാട് പലഹാരങ്ങൾ വന്നിരുന്നു, വ്യത്യസ്ത രീതിയിലുള്ള മാംസങ്ങളും മത്സ്യങ്ങളും ആളുകൾ കൊണ്ടുവന്നിരുന്നു, പൊരിച്ചതുകൊണ്ട് കരിച്ചതുകൊണ്ട്. അതൊക്കെ കുട്ടികൾ മുത്തല്ലിമീങ്ങൾ ഭക്ഷിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മുഖത്ത് മാറ്റമില്ല. കാരണം ഇവിടെ വന്നത് ഭക്ഷണത്തിന്റെ രുചി അറിയാനല്ല, ഒരുപാട് പലഹാരങ്ങൾ വ്യത്യസ്ത രീതിയിൽ കഴിച്ചിട്ട് അതിന്റെ രുചിയും മറ്റും ടേസ്റ്റ് നോക്കി കൂടാനല്ല, ഇൽമ് പഠിക്കാനാണ് പ്രധാനമായും വന്നത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് മുഖത്തൊരു മാറ്റവുമില്ല. ഉസ്താദ് പറഞ്ഞതുപോലെ ദർസിലെ ശിഷ്യന്മാരും മഹാനവറുകളോട് പറയാൻ തുടങ്ങി, നിങ്ങളൊക്കെ പഠിച്ചില്ലേ, പിന്നെന്തിനാ അങ്ങനെ വന്നത്? ഉസ്താദ് പറയും പോലെ പറഞ്ഞപ്പോ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഞാൻ പറയും പോലെ പറയരുത്. എന്റെ പരീക്ഷണത്തിൽ മുഴുവനും നിങ്ങൾ തോറ്റവരാണ്. അതേ സമയത്ത് ഈ കുട്ടിയുണ്ടല്ലോ, ഇപ്പോൾ ദർസിലേക്ക് വന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ആ കുട്ടി ഞാൻ എത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒരിക്കലും പതറാതെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങളെ പോലെയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ശൈലിയിൽ നിങ്ങൾ പറയാൻ പാടില്ല. 50 കൊല്ലം ദർസ് നടത്തി, ദർസ് പഠിച്ച് ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവസാനത്തെ ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാ നിലക്കും മഹാനവറുകൾ മുന്നോട്ട് നീങ്ങുമ്പോ ബഗ്ദാദിന്റെ തെരുവീതികളിലൂടെ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു നോക്കുമ്പോ ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ കർമ്മവും എല്ലാം അബദ്ധത്തിലാണ്. വിശ്വാസരംഗത്ത് ആളുകൾ മലിനമായ രൂപത്തിലാണ്. പുറത്ത് ഇങ്ങനെ പേരുണ്ട്, പക്ഷേ ഉള്ളിൽ ഈമാൻ ഇല്ല. ഈമാൻ എന്താണെന്ന് പലർക്കും അറിയില്ല. നിസ്കരിക്കേണ്ടതും നോമ്പ് നോക്കേണ്ടതും ഒരു കർമ്മങ്ങളും ശരിയായ രൂപത്തിൽ അറിയില്ല. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കണം, ജനങ്ങളെ ഉത്ബോധനം നടത്തണം. സുബ്ഹാനല്ലാഹ്, അതിനെനിക്ക് കഴിയുമോ, എനിക്കതിന് സാധിക്കുമോ എന്ന ആശങ്കയിൽ മഹാനവറുകൾ മുന്നോട്ട് നീങ്ങുമ്പോ ബഗ്ദാദിലെ വലിയൊരു പള്ളിയാണ് ശൗനീസിയ പള്ളി. അന്നും ഇന്നും ആ പള്ളി വലിയ പള്ളിയാണ്. ആ പള്ളിയുടെ മുറ്റത്തുകൂടെ ആശങ്കയോടെ നടക്കുമ്പോ നേരെ മുമ്പിൽ വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വപ്നത്തിലല്ല, ഉണർവിൽ തന്നെ മുന്നിൽ വരുന്നു. അങ്ങനെ ഉണർവിൽ തങ്ങൾ വന്നത് ധാരാളം അനുഭവങ്ങൾ വേറെയുമുണ്ട്. സ്വഹാബിമാർക്കുണ്ട്, താബിഈങ്ങൾക്കുണ്ട്, പലർക്കും ഉണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, പേരക്കുട്ടിയോട്, യാ ബുനയ്യ ലിമ ലാ തതകല്ലം, എന്തേ മോനെ ജനങ്ങളോട് സംസാരിക്കാത്തത്? ഒരുപാട് ഇൽമു നീ പഠിച്ചില്ലേ, അത് ആളുകൾക്ക് പകർന്നു കൊടുക്കണ്ടേ? നീ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ചെയ്താ പോരല്ലോ, മറ്റുള്ളവരും അത് പഠിക്കണ്ടേ, അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, അന റജുലുൻ അജമിയുൻ കൈഫ അതകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദ്. ഞാനൊരു അനറബിയായ വ്യക്തിയല്ലേ നബിയെ, ഞാൻ അറേബ്യൻ രാഷ്ട്രത്തിൽ പിറന്ന ആളല്ലല്ലോ. ഇറാൻ എന്ന് പറയുന്നത് അറബി രാഷ്ട്രത്തിൽപ്പെട്ടതല്ല. ഞാനൊരു അനറബിയായ ആളല്ലേ. ഞാൻ ഈ നാട്ടിലെ സാഹിത്യ സമ്പുഷ്ടരായ ആളുകളോട് എങ്ങനെ സംസാരിക്കാനാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ടതില്ല, ഇഫ്തഹ്ഫാക്, ഒന്ന് വാ തുറക്കൂ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വാ തുറന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 പ്രാവശ്യം ഉമിനീര് പകർന്നു കൊടുത്തു. 7 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ നാവിലേക്ക് ഷറഫാക്കപ്പെട്ട ഉമിനീര്, ലോകത്ത് മൂല്യം കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ മാന്ത്രിക ശക്തിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പേരക്കുട്ടിയായ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു,
ഇന്നത്തെ ളുഹ്റിന് ശേഷം വാല് പറഞ്ഞു കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. സദുപദേശം നൽകിയിട്ടും നല്ല അറിവ് പകർന്നു കൊടുത്തിട്ടും ജനങ്ങളെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൂ. ഒന്നും വിഷമം വേണ്ട. മഹാനവറുകൾ പറയുന്നു, ളുഹ്ർ നിസ്കാരം കഴിഞ്ഞു, ഞാൻ ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കൂട്ടം കൂട്ടമായ ആളുകൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് ഞാൻ കണ്ടു. മുമ്പെങ്ങും കാണാത്ത അത്രയും ആളുകൾ. അവരിങ്ങനെ ഒരുപാട് ആളുകൾ പള്ളിയുടെ ഉള്ളിലേക്ക് വരുമ്പോ എനിക്ക് വീണ്ടും ഒരു പരിഭ്രമാവസ്ഥ വന്നു. ഞാനിങ്ങനെ നിൽക്കുന്നു അവരെ മുന്നിൽ, ഒന്നും സംസാരിക്കാതെ നിൽക്കുമ്പോ എന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു. എന്നോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ സംസാരിക്കാത്തത്? എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? ഇനിയും നിങ്ങൾക്ക് പേടി മാറിയിട്ടില്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്നും പറയാതിരുന്നപ്പോ മഹാനവറുകളും പറഞ്ഞു, ഇഫ്തഹ് ഫാക്ക്, ഒന്ന് വാ തുറക്കൂ. 6 പ്രാവശ്യം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഉമിനീര് പകർന്നു നൽകി. ആ ഉമിനീരിനും വലിയ ബറക്കത്തുണ്ട്. ഇൽമിന്റെ വലിയ സാഗരമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രഭാഷണം തുടങ്ങുന്നു. ആ പ്രഭാഷണം 40 കൊല്ലം നീണ്ടു നിന്ന പ്രഭാഷണമാണ്. 40 വഅദ് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ച മഹാൻ 40 കൊല്ലം വഅദ് പറഞ്ഞു. അതൊരു സാധാ വഅദല്ല, ഉപകരണങ്ങളൊന്നും മുന്നിലില്ലാത്ത വഅദാണ്. അന്ന് മൈക്കും സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത ഉമിനീരിന്റെ ശക്തി കൊണ്ട് വഅദിന്റെ മജ്ലിസിൽ കുറഞ്ഞ ആളുകളുടെ കണക്ക് പറഞ്ഞപ്പോ മകൻ അബ്ദുൽ വഹാബുൽ ജീലാനി തങ്ങൾ പറഞ്ഞു, ഉപ്പയുടെ സദസ്സിൽ ഏറ്റവും കുറഞ്ഞ ആളുകളെ കണക്ക് പറഞ്ഞാൽ 10,000 കൂടുതൽ ആളുകളുടെ കണക്ക് പറഞ്ഞാൽ 70,000. ആഴ്ചയിൽ 3 വട്ടം ഷെയ്ഖ് ജീലാനി തങ്ങൾ വഅദ് പറയും. ഒരു വഅദ് അവസാനിക്കുമ്പോ 10,000 ആളുകൾ മുന്നിൽ വന്ന് പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് 10,000 ആളുകൾ കലിമ ചൊല്ലുമ്പോ ഒരാഴ്ചയിൽ 30,000 ആളുകളാണ് കലിമ ചൊല്ലുന്നത്. അതേ വഅദ് തീരുന്നിടത്ത് വേറൊരു 10,000 ആളുകൾ തൗബക്ക് വേണ്ടി വരുന്നു. പശ്ചാത്താപ ബോധത്തോടെ വന്നിട്ട് പറയുന്നു, ശൈഖ് അവർകളെ, ജീവിതകാലത്ത് ഒരുപാട് വൻകുറ്റങ്ങൾ ചെയ്തവരാണ്, ഞങ്ങൾക്ക് പശ്ചാത്തപിക്കണം, നന്നായി ജീവിക്കണം, നിങ്ങളെ ശിഷ്യന്മാരായി കൂടണം, നിങ്ങളെ ശിഷ്യത്വത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. 10,000 ആളുകൾ തൗബ ചെയ്യുന്നു. ഒരു വഅദിന്റെ മജ്ലിസ് കഴിയുമ്പോ 2 or 3 മയ്യിത്തെടുക്കാനുണ്ടാകും. വഅദിന്റെ മജ്ലിസിൽ തന്നെ തൗബ ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകളാണ്. ഇനി ദുനിയാവിൽ ജീവിതം വേണ്ട റബ്ബേ. ഈ നല്ല സദസ്സിൽ നിന്ന് തൗബ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് റൂഹിനെ പിടിച്ചോ എന്നും പറഞ്ഞ് മരണപ്പെട്ടു പോകുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, 40 കൊല്ലത്തെ വഅദൊന്ന് കൂട്ടി നോക്കൂ. ഒരു മാസത്തിൽ തന്നെ ഓരോ ആഴ്ചയിലും 3 വഅദാണെങ്കിൽ ചുരുങ്ങിയത് 4 ആഴ്ച വെച്ച് കൂട്ടുമ്പോ ഒരു 12 വഅദല്ലേ? ഒരു വഅദിൽ 10,000 ആളുകൾ കലിമ ചൊല്ലുമ്പോ 1,20,000 ആയില്ലേ സഹോദരങ്ങളെ? അതൊരു വർഷമാകുമ്പോ എത്രയായി? 40 വർഷമാകുമ്പോ എത്രയായി? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വിദൂര രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ ജനങ്ങൾ അതാ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നു. ആ വഅദിന്റെ മജ്ലിസിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും സംശയത്തോടെ വന്നിരുന്നാൽ പിന്നെ അവർക്കുള്ള മറുപടിയാകും അന്നത്തെ വഅദ്. അത് അനുമാനിച്ച് പറയല്ല, കൃത്യമായി പറയും.
അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതന് ഇടക്കാലത്തൊരു സംശയം. നമ്മളെ നാട്ടിലെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും പോലെ. എന്താ സംശയം? എല്ലാവരും ഖുർആൻ ഓതുന്നു, എല്ലാവരും ഹദീസ് ഓതുന്നു അല്ലെ? ആ വിശ്വാസം പയച്ച ആൾക്കാര് അറബിയിൽ ഖുത്ബ ഓതാത്ത ആളും ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു സ്ഥിരപ്പെടുത്താൻ. നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ആളും ഖുർആൻ ഓതുന്നു, നിസ്കരിക്കണ്ട എന്ന് പറയാന്. ഖബറിൽ ശിക്ഷ ഇല്ല എന്ന് പറയുന്ന ആളും ഖുർആൻ ഓതല്ലേ? എല്ലാരും ഖുർആൻ ഓതല്ലേ? അപ്പൊ അന്നത്തെ കാലത്തും കുറെ പിഴച്ച പ്രസ്ഥാനങ്ങളുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ 12 ത്വരീഖത്തുകളുണ്ട്. അത് 12ഉം വിശദീകരിച്ച് മഹാനവർകൾ കിതാബ് എഴുതിയിട്ടുണ്ട്. അതാണ് സിറുൽ അസ്റാർ എന്ന പേരിലുള്ള കിതാബ്. അതിൽ മഹാൻ പറയുന്നുണ്ട്, ഞാനത് വിശദീകരിക്കല്ല, 12ൽ 11ഉം പിഴച്ചതാണ്, ഒന്ന് മാത്രമേ ഹക്കുള്ളൂ, ഒരൊറ്റൊന്ന് മാത്രമേ അന്ന് സത്യത്തിലുള്ളൂ. ഇന്നത് 12 എന്നും 120 എന്നും പറഞ്ഞാൽ പോരാ, അതിലപ്പുറത്തിയിട്ടുണ്ടാകും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 2ഓ 3ഓ ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ വാദ. അതിന് ഓതു ആയത്ത്, അതിന് ഓതു ഹദീസ്. പക്ഷെ അതിനൊന്നും ആധാരമോ പാരമ്പര്യമോ അവകാശപ്പെടാനുണ്ടാകൂല. അതാ നോക്കേണ്ടത്. ഒരൊറ്റ പണ്ഡിതനും മുൻഗാമികളിൽപ്പെട്ട ഒരാൾ അത് പറഞ്ഞിട്ടുണ്ടാകൂല. അത് സ്വന്തം കീശയെ നിർത്തായിരിക്കും. അപ്പൊ തന്നെ തള്ളിക്കളയാൻ പറ്റും. അതാര് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്നേ പറയണം. അത് കേട്ടാ മതി, കഴിഞ്ഞ്. മൂപ്പർക്ക് വഹി ഇങ്ങനെ വരികയാണ് ഓരോ ദിവസവും. ഒറ്റ കുറവാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് 2 അടി കിട്ടിയ അസുഖം മാറും. അത്തരത്തിലുള്ള ആൾക്കാർ നുണ പറയ അള്ളാഹുവിന്റെ ദീന്റെ പേരിൽ. അപ്പൊ അന്നത്തെ കാലത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആയത്തും ഹദീസൊക്കെ ഇങ്ങനെ ഓതി പറയുമ്പോ ഞങ്ങളാണ് ദീനിന്റെ ആൾക്കാർ, ഞങ്ങളാണ് ദീനിന്റെ ആൾക്കാർ എന്ന് എല്ലാവരും അവകാശപ്പെടുന്നു. ഈ വലിയ പണ്ഡിതനായ അബൂബക്കർ ഇമാദ് റളിയല്ലാഹുവിന്റെ മനസ്സിലൊരു സംശയം, ഇപ്പൊ ആരതാ സ്വീകരിക്കേണ്ടത്? ഒരു കൂട്ടർ അവിടെ ഉണ്ട്, അവരും പറയുന്നു ഖുർആനും ഹദീസ് ഓതിയിട്ട്. വേറൊരു കൂട്ടർ ഇപ്പുറത്തുണ്ട്, അവരും പറയുന്നു ഖുർആനും ഹദീസ് ഓതിയിട്ട്. ഞാനിപ്പോ ഏതാ സ്വീകരിക്കേണ്ടത്? അപ്പൊ മഹാനവറുകളോട്, വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ അസുഖം മാറാൻ ഒരു ചികിത്സ ഉണ്ട്. ബഗ്ദാദിലുണ്ട് ഒരു വലിയ മഹാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ സദസ്സിൽ നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് പരിഹാരം കിട്ടും. റജുലുൻ യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സ് നോക്കി സംസാരിക്കുന്ന മഹാനാണ്. മനസ്സ് നോക്കിയിട്ട് പറയണം ഇപ്പൊ എന്താ മനസ്സിലുള്ളത്. അത് അനുമാനം പറഞ്ഞാ പോരാ, റെഡിയാകണം. മനസ്സ് നോക്കിയിട്ട് ചികിത്സിക്കും. മനസ്സ് നോക്കി ചികിത്സിക്കുന്ന ആളുകളാണ് ഔലിയാക്കൾ. അതിബ്ബാഉൽ ഖുലൂബ് എന്നാണ് അവരെ പേര്. മനസ്സിന്റെ വൈദ്യശാസ്ത്രമാണ് അവർക്ക്. മുന്നിൽ ഒരാൾ വന്നു നിന്നാൽ തന്നെ ആ വന്ന ആളുടെ ചിന്ത എന്താണ്, എന്ത് ലക്ഷ്യത്തിലാണ് ആള് വന്നത്, ഏത് രൂപത്തിലാണ് ആളുടെ പോക്ക്, രാവും പകലും എങ്ങനെയാണ്, ഒരൊറ്റ നോട്ടത്തിൽ ഫോട്ടോ എടുത്ത് പറഞ്ഞ് അവര് മനസ്സ് വൃത്തിയാക്കി തരും, ശുദ്ധിയാക്കി തരും. മനസ്സ് നോക്കി സംസാരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. നിങ്ങൾ ആ പണ്ഡിതനെ പോയി കണ്ടാൽ മതി, നിങ്ങളെ സംശയം തീരും. ആരെയാ സ്വീകരിക്കേണ്ടതെന്നും ഏത് നിലക്കുള്ള ദീനാ സ്വീകരിക്കേണ്ടതെന്നും ആ പണ്ഡിതൻ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരും. അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് നീങ്ങി. ബഗ്ദാദിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, വലിയൊരു സദസ്സിനെ മഹാനവറുകൾ അഭിമുഖീകരിക്കുകയാണ്. ആ സദസ്സിന്റെ ഒരു ഭാഗത്ത് പോയിരുന്നു, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തൊരു ഭാഗത്ത് പോയിരുന്നു. മഹാനവറുകൾ പറയുന്നു, ഞാൻ അവിടെ എത്തിയപ്പോ ഷേഖിന്റെ സംസാരത്തിന്റെ ശൈലി മാറി. ഞാൻ എത്തി അവിടെ ഇരുന്ന ഉടനെ പറഞ്ഞു, ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫിസ് സാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. നമ്മളെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം പൂർവികരായ മഹത്തുക്കളുടെ വിശ്വാസമാണ്, അഥവാ സ്വഹാബത്തിന്റെയും താബീങ്ങളെയും വിശ്വാസമാണ്. അവര് വിശ്വസിച്ചതൊക്കെ വിശ്വസിക്കണം, അവര് തള്ളിക്കളഞ്ഞതൊക്കെ തള്ളിക്കളയണം, അവര് ഉറപ്പായിട്ടും അംഗീകരിച്ചതൊക്കെ അംഗീകരിക്കണം. അത് പറഞ്ഞപ്പോ അതാണ് കിട്ടേണ്ട മരുന്ന്. അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ചു വന്ന കാര്യമാണല്ലോ പറഞ്ഞത്. സ്വഹാബത്ത് താബീങ്ങളാകുന്ന പൂർവികരുടെ വഴി സ്വീകരിക്കണം, അവര് വിശ്വസിച്ച വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. അവർ അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിച്ചു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എങ്ങനെ വിശ്വസിച്ചു, ആഖിറത്തിൽ എങ്ങനെ വിശ്വസിച്ചു, ഖബറിന്റെ അദാബിനെ എങ്ങനെ വിശ്വസിച്ചു, ഖദർ ഖലാഇനെ പറ്റി എങ്ങനെ വിശ്വസിച്ചു, എല്ലാ വിശ്വാസങ്ങളും അവർ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം.
അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അത് പ്രസംഗത്തിന്റെ അടുക്കൊരു മേറ്റർ വന്നതായിരിക്കും, എന്നോടൊന്നും ആകൂല. ഇതിപ്പോ ഒരു പ്രസംഗിക്കുമ്പോ ചിലർക്കൊക്കെ തോന്നൂലേ, എന്റെ മനസ്സിലുള്ളത് എന്തോ ഉസ്താദ് കണ്ടിട്ടാണ് ഇന്ന് സംസാരിച്ചത്. ചില ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് ചോദിക്കുന്നേ, ഉസ്താദ് എന്ന് വെള്ളിയാഴ്ച നിങ്ങൾ സംസാരിച്ചത് നിങ്ങളോട് ആരോടെന്തോ പറഞ്ഞിരുന്നോ? എന്നോട് ആരൊന്നും പറഞ്ഞില്ല, ഒരു വിഷയം ഞാനോട് പറഞ്ഞതാണ്. അല്ല, ഒന്നും ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ മൂപ്പരെ മനസ്സിൽ മൂപ്പരെ പറ്റിയാണോ എന്നൊരു ധാരണ അങ്ങനെ പലരുടെയും മനസ്സിൽ വരൂലേ, അതേപോലെ എന്റെ മനസ്സിലും വന്നതായിരിക്കും. അത് വിഷയത്തിന്റെ അടുക്കൊരു മേറ്റർ വന്നതായിരിക്കും, എന്നോടൊന്നും ആകൂല. മഹാനവറുകൾ സമാധാനിച്ചിങ്ങനെ ഇരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അബൂബക്കർ ലിമാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. നമ്മളെ വിശ്വാസം പൂർവികരായ മഹത്തുക്കളുടെ വിശ്വാസമാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. സ്വഹാബത്ത് താബീങ്ങളെ വിശ്വാസമാണ്, അതിൽ ഒരു അണു അളവ് വിട്ടുവീഴ്ച പറ്റില്ല. എന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാണല്ലോ പടച്ചോനെ പറഞ്ഞത്. അതിപ്പോ പ്രഭാഷകന്മാര് വലത്തോട്ടും തിരിയും ഇടത്തോട്ടും തിരിയും, സാധാരണ അല്ലേ, എങ്ങോട്ട് തിരിഞ്ഞു പറയും, അങ്ങനെ ഒന്ന് പറഞ്ഞതായിരിക്കും. 2 പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ 2 രൂപത്തിൽ അതിനെ കണ്ടപ്പോ മൂന്നാമതായി എന്റെ പേര് വിളിച്ചു, യാ അബൂബക്കർ. ഒരൊറ്റ വിളി. അബൂബക്കർ ലിമാദ് റളിയല്ലാഹു അൻഹു പേടിച്ച് തരിച്ചുപോയി. ഒരൊറ്റ വിളി വിളിച്ചു എന്നെ, യാ അബൂബക്കർ. 2 വട്ടം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഇനി നിങ്ങളോട് നേരിട്ട് പറയണല്ലേ, എന്നാ നേരിട്ട് പറയാ. എത്ര ആയിരം ആൾക്കാരുടെ എന്നാണ് അബൂബക്കർ എന്ന് പേര് വിളിക്കുന്നത്? എത്ര അബൂബക്കർ ഉണ്ടാകും? ബാപ്പാന്റെ പേരും കൂട്ടി വിളിച്ചു. ബാപ്പാനെ കണ്ടിട്ടുണ്ടോ? ഷെയ്ഖ് ജീലാന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ? യാ അബൂബക്കർ ഇബ്നുൽ ഇമാദ്, ഇമാദിന്റെ പുത്രനായ അബൂബക്കർ. ഇത്തിഖാദുനാ ഇത്തിഖാദുസ് സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇപ്പൊ ഉറച്ചില്ലേ ഞങ്ങളോടാണ്? ആ വിശ്വാസത്തിൽ അവിടെ നിന്നാൽ മതി. അബൂബക്കർ ലിമാദ് റളിയല്ലാഹു അൻഹു വിശ്വാസം കൽബിലുണ്ട്, ഉറച്ചു. ആ ഉറച്ചതിന്റെ മേലെ മഹാനവറുകൾ ഒരു ആണി കൂടി മേടാണ്. എന്നിട്ട് പറഞ്ഞു, ബാപ്പ വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ ദിവസമായില്ലേ? ആ പോയി നോക്കിക്കോളൂ, ബാപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ശരിയാണാ പറഞ്ഞത്. ബാപ്പ വീട്ടിൽ നിന്ന് പോയിട്ട് എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല, കുറെ ദിവസമായി. ഞാൻ പോയി നോക്കുമ്പോ ബാപ്പ വീട്ടിന്റെ നേരെ കോലായിൽ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു. എവിടത്തേക്ക് നോക്കിയിട്ടാ സഹോദരങ്ങളെ ഈ പറഞ്ഞത്? ഇങ്ങനെ ഒരു കഴിവ് അല്ലാഹു തആല ഔലിയാക്കൾക്ക് നൽകുമോ? നൽകും. വലിയ കഴിവ് അല്ലാഹു തആല അവർക്ക് നൽകും. ദുനിയാവിൽ അതിനു മാത്രമുള്ള സന്തോഷം ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കും. ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഔലിയാക്കൾക്ക് അൽ ബുശ്റാ, സന്തോഷമുണ്ട്. ഭൗതിക ജീവിതത്തിലും സന്തോഷമുണ്ട്, പരലോക ജീവിതത്തിലും സന്തോഷമുണ്ട്. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി കൊടുക്കുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല അതിന് അവസരങ്ങൾ ഒരുക്കുന്നു. കാരണം വിശ്വാസത്തിലും കർമ്മത്തിലും മുന്നേറുന്ന സമയത്ത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഒരു ഹുബ്ബാണത്. ആ മഹബ്ബത്തിന്റെ പേരിൽ അല്ലാഹു കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. അവർ കേൾക്കാൻ ഉദ്ദേശിച്ചത് കേൾപ്പിക്കുകയും കാണാൻ ഉദ്ദേശിച്ചത് കാണിച്ചു കൊടുക്കുകയും നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നടത്തി കൊടുക്കുകയും പിടിക്കാൻ ഉദ്ദേശിച്ചതിന് കഴിവ് കൊടുക്കുകയും ചെയ്യുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയൊരു ബഹുമാനമാണ്. ചെറിയ ബഹുമാനമല്ല. ആ ബഹുമാനത്തിനാണ് ആളുകൾ കറാമത്ത് കറാമത്ത് എന്ന് പറയുന്നത്. അതിന് ദൂരം പ്രശ്നമല്ല, മറകൾ പ്രശ്നമല്ല, എവിടേക്കും കാണും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇവിടെ കുറച്ച് ചെയർ ഇവിടെ പൂർത്തീകരിക്കണം. ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ആ ബാക്കിൽ ആളുകൾ നിൽക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ബാക്കിലിരിക്കുന്ന ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ 2 കൂലി കിട്ടും.
മുന്നോട്ട് കയറിയിരുന്ന കൂലി കിട്ടും, ബാക്കുള്ളവരെ ഇരുത്തിയ കൂലിയും കിട്ടും. അപ്പൊ 2 കൂലിയാണ്. മുന്നിലേക്ക് കയറി സദസ്സൊന്ന് ഭംഗിയാക്കുക. സയ്യിദ് അവറുകൾ എത്തി. ഞാൻ ഇതുവരെ പറയാതിരുന്നത്, നമ്മളിങ്ങനെ പ്രസംഗിച്ചു വെക്കണം, തങ്ങളെത്തുമ്പോൾ ഒരു സദസ്സിന് ഭംഗി വേണ്ടേ? അത് അവിടെയും കുറച്ച് കസേരയുണ്ട്, അവിടേക്കൊന്ന് കയറിയിരുന്ന് സദസ്സെല്ലാവരും ഭംഗിയാക്കണം. മുന്നിലേക്ക് കയറിയിരുന്നു. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. വർഷങ്ങളോളമായി നമ്മുടെ സദസ്സിൽ ദുആ മജ്‌ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അണ്ടൂർക്കോണം തങ്ങളുപ്പാപ്പയാണ് എത്തിയിട്ടുള്ളത്. അവരുടെ ഉപ്പ മഹ്മൂദ് കോയത്തങ്ങൾ അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. അവരെ പേരിലാണ് നമ്മുടെ ഈ സദസ്സുള്ളത്. ഉപ്പയുള്ള കാലത്ത് ഞാൻ അവിടെ അണ്ടൂർക്കോണത്ത് വാലിന് പോയിട്ടുണ്ട്. ഉപ്പാന്റെ ആത്മീയ രംഗത്തുള്ള ആ സ്ട്രോങ്ങും ഈമാനികമായിട്ടുള്ള ആ ഒരു പ്രത്യേക കാർക്കശ്യമൊക്കെ നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അള്ളാഹു ഷറഫും ദറജയും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. സയ്യിദ് അവറുകൾക്കും കുടുംബത്തിനും അള്ളാഹു തആല ഖൈറും ബറക്കത്തും ധാരാളം ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകാൻ, ഈ സമൂഹത്തിന് വ്യത്യസ്ത നിലകളിൽ നേതൃത്വം നൽകാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയൊരു കാഴ്ചപ്പാട്, ഉള്ളു നോക്കി സംസാരിക്കാനുള്ള കഴിവ്, അത് ഉപകരണങ്ങൾക്ക് വരെ ഇല്ലാത്ത ഒന്നാണ്. എങ്ങനെ പറയും? അപ്പൊ ചിലര് പറയും, ഉസ്താദെ ഹിപ്നോട്ടിസത്തിൽ തിരിയും ഒരാളുള്ളിൽ എന്താ മറച്ചു വെച്ചത്. മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞു. ഹിപ്നോട്ടിസത്തിൽ വരെ ഇപ്പൊ ആൾക്കാർ കളവ് പറയുന്നുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയില്ല. മനസ്സിന്റെ ഉള്ളിലുള്ളത് എങ്ങനെ പറയും? ആ ഉള്ളിലേക്ക് നോക്കാൻ അത്രയും ക്ലിയർ ആയ ഒരു കണ്ണ് വേണം. അങ്ങനെ ഒരു പരിശുദ്ധിയുള്ള കണ്ണിന്റെ മാധ്യമം എന്താണ്? ആ കണ്ണിന് ഏറ്റവും നല്ല പവിത്രത വേണം. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. അഥവാ ഫർളും സുന്നത്തും കൊണ്ട്, ഫർളും സുന്നത്തും കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഒരു ബഹുമാനമാണ്. ദൂരം പ്രശ്നമില്ല, ഉപകരണങ്ങളൊന്നും അവർക്ക് വേണ്ട. നമുക്കല്ലേ ഫോണും മറ്റൊക്കെ വേണ്ടത്. അവർക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട. 1500 മൈല് മദീനയിൽ നിന്നുള്ള ദൂരമാണ് നഹാവന്ത് എന്ന പ്രദേശം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തേക്ക് ഒരു സൈന്യത്തെ അയച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉയൈനത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അയച്ച ഈ സൈന്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നതും നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും മദീന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്നതിന്റെ ഇടയിലാണ്. എത്ര കുന്നുകളുണ്ട് അതിനിടയിൽ, എത്ര മരങ്ങളുണ്ട്. 1500 മൈല് എന്ന് പറഞ്ഞാൽ എത്ര ദൂരണ്ട്. മദീന പള്ളിയിൽ ഖുത്ബ ഓതുന്നതിന്റെ ഇടയിൽ ഒരൊറ്റ വിളി, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, പർവ്വതത്തിന്റെ അപ്പുറം നോക്കണം, പർവ്വതത്തിന്റെ അപ്പുറം ശ്രദ്ധിക്കണം. സാരിയ റളിയല്ലാഹു അൻഹു ഈ ശബ്ദം കേട്ടിട്ട് താഴോട്ട് നോക്കുമ്പോ ശത്രുക്കളതാ വരി വരിയായി വരുന്നു. പെട്ടെന്ന് സ്വഹാബിമാർ ആ ഭാഗത്തേക്ക് തിരിച്ചുവിട്ട് ശത്രുക്കളെ തുരത്തിയത് കൊണ്ട് ഒരൊറ്റ സ്വഹാബിയെയും അവർക്ക് കൊന്നുകളയാൻ സാധിക്കാതെ ശത്രുക്കൾ അമ്പയെ പരാജയപ്പെട്ടുപോയി. 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മദീനയിലെത്തുന്നത്. സ്വഹാബത്ത് ചോദിക്കുന്നു, വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ മുകളിൽ വെച്ച് നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കേട്ടിരുന്നോ? സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വിളിയില്ലെങ്കിൽ എന്റെ കൂടെ ഈ സ്വഹാബിമാരൊന്നും ഇന്ന് മദീനയിൽ വരില്ലായിരുന്നു. ആ ഒരൊറ്റ വിളി കൊണ്ടാണ് ഞാൻ അവരെ നേരിട്ടത്. സഹോദരങ്ങളെ, എത്ര ദൂരത്തേക്കാണ് നോക്കിക്കാണുന്നത്? ഈ കാണുന്ന ചുമരിന്റെ അപ്പുറത്ത് ഏതൊക്കെ ജീവികളാണ് ഇപ്പോഴുള്ളത് എന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് കഴിയില്ല. ഏതൊക്കെ ജീവജാലങ്ങളുണ്ട് എന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല. അത് മറയുണ്ടായാലും അത്ര ദൂരത്തേക്കും നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കഴിവ് അവരെ ഹൃദയത്തിന് അല്ലാഹുവുമായി മറയില്ല. നമ്മളെ മനസ്സ് പല മറകളിലാണ്. ചോദിച്ചാൽ ചോദ്യമെത്തുന്നതിന് മറയില്ലാത്തൊരു രൂപം വേണം. മനസ്സിന് പല മഞ്ഞും മൂടിയിട്ടുണ്ട്, പല മറകളും മൂടിയിട്ടുണ്ട്. ചാബല്യങ്ങളാണ് ഒരു മറ, ദോഷങ്ങളാണ് മറ്റൊരു മറ, മനസ്സിന്റെ രോഗങ്ങൾ വേറൊരു മറയാണ്, അന്ധതയും അന്ധകാരവും മറകളാണ്.
ചിത്രങ്ങൾ ധാരാളം, കാണാൻ പറ്റാത്തത് മറകളായി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ശുദ്ധി കലശം ചെയ്ത് തെളിഞ്ഞ ഹൃദയമാകണ്ടേ. മഹാന്മാരെ സ്വീകരിക്കണം, അവരെ മാർഗം സ്വീകരിക്കണം. ഞാൻ നീട്ടിപ്പറയുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവർക്ക് അല്ലാഹു നൽകിയ ബഹുമാനം ചെറിയ ബഹുമാനമല്ല. സദസ്സിൽ വന്നിരുന്ന ആളുകളെ ശുദ്ധി കലശം ചെയ്ത് അവരെ മനസ്സ് നന്നാക്കി, സ്വഭാവം നന്നാക്കി, ഇൽമില്ലാത്തവർക്ക് ഇൽമു കൊടുത്ത്, തീരെ ഓതാനറിയാത്തവർക്ക് ഓത്ത് പഠിപ്പിച്ച്, പിന്നെ ഉന്നത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുകയാണ്. വലിയ പണ്ഡിതന്മാരാക്കി അവരെ വളർത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളല്ലേ മഹാന്മാർക്ക് ശിഷ്യന്മാരായിട്ടുള്ളത്. 1ഉം 2ഉം 10ഉം ലക്ഷങ്ങളെന്ന് പറഞ്ഞാ പോരാ, അത്രയും ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ഇൽമിന്റെ ഉറച്ച ഖൽബുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ, ആദർശ രംഗത്ത് ഉറച്ച രീതിയുണ്ടോ? കണിശത വല്ലാതെയാണ് അവർക്ക് വിശ്വാസരംഗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വഴിയിൽ നിന്ന് അണു അളവ് പിറകോട്ട് പോകാത്ത രീതിയിൽ ഉറച്ച ഈമാന് വേണം. ഔലിയാക്കളെ പറ്റി അള്ളാഹു 2 വിശേഷണങ്ങളല്ലേ ഖുർആനിൽ പറഞ്ഞത്. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ തികഞ്ഞ ഈമാനുള്ളവരും മുത്തഖീങ്ങളുമാണ്. സൂക്ഷ്മത പാലിക്കുന്നതിൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിൽ അങ്ങേ അറ്റത്തെ നിലപാട് സ്വീകരിക്കുന്നു. അതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകൂല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ കാണും. അവരെ പിന്നിൽ ഏതെങ്കിലും ഒരു 100ഓ 150ഓ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ നിലപാട് മാറി. പിന്നെ ഈ 150 ആൾക്കാരോട് ഒരു പറയും, കൃത്യമായിട്ട് നിസ്കരിച്ചോളം എന്നല്ല, നിങ്ങൾക്ക് പാകം ഉണ്ടാകുമ്പോൾ നിസ്കരിച്ചാൽ മതി. ആള് 150 തന്നെ കൂടെ എത്തിയിട്ടുള്ളൂ, 1000 ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്ക് അതിനെ പണി തീർക്കാൻ നല്ലത്. എന്നാ പിന്നെ കൂടുതൽ ആൾക്കാർ ഫസാദാവൂല. കാണാതായിപ്പോ ഒരു മൗലവി ഉണ്ടായിരുന്നില്ലേ, കുറച്ചാള് കൂടങ്ങ് കൂടിയപ്പോ ആള് പറഞ്ഞു, നിസ്കാരം 5 ഒന്നുമില്ല, ആകെ 3 ഉള്ളൂ. എത്ര ആൾക്കെന്നാ നിസ്കാരത്തിൽ നല്ല സുഖം എന്ന് പറയാം. സുബി ഒരാൾ എണീക്കുമ്പോ എപ്പോഴാണോ അപ്പം നിസ്കരിച്ചാൽ മതി. 10 മണിക്കാണ് ഒരാൾ എണീക്കണമെങ്കിൽ സുബി അപ്പോഴാണ്. 11 മണിക്കാണ് എണീക്കണമെങ്കിൽ സുബി അപ്പോഴാണ്. എന്ത് സുഖം! ആരാതിൽ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക? ളുഹ്ർ പറഞ്ഞ സാധനം ഇല്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് ഒരു അസ്ര, പിന്നുള്ളതോ പിന്നെ ഒരു ഇശാവോ ഉള്ളത്. മാരിബും ഇല്ല. മാരിബൊക്കെ കുറഞ്ഞ നേരമുള്ള, എത്ര കഷ്ടപ്പെട്ട് ഒന്നുണ്ടാക്കി നിസ്കരിക്കണം. സുഖല്ലേ? ആരാതിൽ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക? ജോലിക്ക് പോയിട്ട് ളുഹ്ർ ഏതായാലും വേണ്ട, ജോലിക്കൊക്കെ കയ്യും കാലം കീറി അസ്ർ നിസ്കരിച്ചാൽ മതി. ആളിങ്ങനെ കൂടുമ്പോഴേക്ക് ആശയം മാറാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് ഞാനാണ് പഠിച്ചവന് ചിന്തിക്കാൻ പാടില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ആദർശബോധം നമുക്ക് ഉറച്ച തെളിവാകണം. പണ്ഡിതന്മാരെ ചീത്ത പറയരുത്, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. കുറച്ചൊക്കെ നിലപാട് കിട്ടിയെന്ന് കാണുമ്പോഴേക്ക് എല്ലാവരോടും ഞാൻ പറയാം, ഒരു പണ്ഡിതനെയും എതിർക്കരുത്, ഈമാൻ സലാമത്താകൂല. ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയരുത്, ഈമാൻ രക്ഷപ്പെടൂല. പരിഹാസത്തിന്റെ ഒരു നോട്ടം പോലും നോക്കരുത്. ഒരു മുത്താലിമിനെ പോലും കൊച്ചാക്കരുത്. ഒരു സയ്യിദിനെയും അവമതിക്കരുത്. മനസ്സ് നന്നാകണം. ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും ഒരു ഇൽമോ ഉയർച്ചയോ കൊടുത്തെങ്കിൽ അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. അല്ലെങ്കിൽ ആ മനസ്സിൽ അങ്ങനെ പുഴുക്കൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കും. അത് നന്നാക്കാൻ കഴിയില്ല. അതിങ്ങനെ നാറിക്കൊണ്ടിരിക്കും. തൊള്ളോണ്ട് ദിക്റും സ്വലാത്തൊക്കെ ചെല്ലുന്നുണ്ടാവും. അതുകൊണ്ട് ബാഹ്യതലത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളിൽ ഭയങ്കര രോഗ, ചൊറില്ല, വേദനല്ല, ഒക്കെ മാറിക്കിട്ടി. ഉള്ളിലെ രോഗം മാറിയിട്ടില്ല. ഏതാ ഉള്ളിലെ രോഗം? ഖൽബിന്റെ രോഗം. ഹസദ് മാറണ്ടേ, കിബ്ർ മാറണ്ടേ, ദിയാ മാറണ്ടേ. പണ്ഡിതന്മാരോട് വിദ്വേഷം വെക്കരുത്. ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല. ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെ ഒന്നും ചീത്ത പറയാൻ പാടില്ല. ആലിമീങ്ങളെ ബഹുമാനിക്കണം, സാദാത്തുക്കളെ ബഹുമാനിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളും സാദാത്തുക്കളും അവരെ കയ്യിലുള്ള കാര്യമായിട്ടുള്ള വിജയം അല്ലാഹു നൽകിയ ഇൽമും ഇൽമനുസരിച്ചുള്ള അമലുമാണ്. അവരൊരു ദിവസം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ പകുതി പോലും നമ്മൾ നിസ്കരിക്കൂല. പക്ഷെ ഒരാളെ കിട്ടിയാൽ ഗീബത്തും നമീമത്തും പറയാൻ നമ്മളെ കയ്യിൽ 1, 2 അല്ല ഇഷ്ടം പോലെ കഥകളാ. പറഞ്ഞങ്ങൾ തീർത്താ കരുതും ഇവനെ ഇരുത്തണം ആ ആലിമിന്റെ സ്ഥാനത്ത്, ആ ആലിമിനെ ഇവിടെ കൊണ്ട് ഇരുത്തണം എന്ന് കരുതും. അത്രയാ ഓരോരുത്തരുടെ നാവിന്റെ നീട്ടം കാണുമ്പോൾ മനസ്സിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയരുത്. ആലിമീങ്ങളെ നല്ലോണം ബഹുമാനിക്കണം. മുത്താലിമീങ്ങളെ നല്ലോണം ബഹുമാനിക്കണം.
ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നോക്ക് നിങ്ങൾ, ഒരു ചെറിയ മുത്തഅല്ലിമിനെ കണ്ടാലും എന്തൊരു ബഹുമാനമാണ് മഹാനവറുകൾക്ക്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ആദരവാണ്. കാരണം അവരിലുള്ള കാര്യമായിട്ടുള്ള മികവ് അവർ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്നു എന്നുള്ളതാണ്. വേഷഭൂഷാദികൾ മാത്രം നോക്കിയിട്ടല്ല, അതതിന്റെ ഒരു അടയാളമാണ്, ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളം. അവർ പഠിക്കുന്ന ഇൽമിനാണ് സ്ഥാനം. നമ്മൾ മനസ്സിലാക്കണം, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ആദർശബോധം. മഹാനവറുകൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കാലുണ്ടായിരുന്നു. 25 കൊല്ലം ഇൽമു പഠിക്കുന്ന കാലത്ത് ജനങ്ങളുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കാലം, സുഹൃദിലായി നടക്കുന്ന ഒരു കാലം. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ എന്ന് മാലയിൽ പറയുന്നത് ആ സുഹൃദിന്റെ കാലത്തെ പറ്റിയാണ്. ക്ഷീണിച്ചുകൊണ്ട് മഹാനവറുകൾ മരച്ചുവട്ടിലിരിക്കുമ്പോ പരീക്ഷണാർത്ഥം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മുന്നിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഒരു നല്ല സുപ്ര, ഭക്ഷണങ്ങളും വെള്ളവും ഒക്കെ നിറഞ്ഞ ഒരു സുപ്ര തായോട്ട് ഇങ്ങനെ ഇറക്കുന്നു. ആ സുപ്രയിലേക്ക് നോക്കുമ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വിശന്നിരിക്കാണ്, ദാഹമുണ്ട്, വിശപ്പുണ്ട്. അതിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത് സ്വർണപാത്രങ്ങളിൽ നിറയെ ഭക്ഷണം, വെള്ളിക്കോപ്പകളിൽ ധാരാളം പാനീയങ്ങളുണ്ട്. സുഭിക്ഷമായ ഭക്ഷണം, മധുരമൂറുന്ന പാനീയങ്ങൾ. കൂട്ടത്തിൽ ഒരു വാക്കും കൂടി കേട്ടു. എന്താ വാക്ക്? നിങ്ങൾ വലിയ ആളല്ലേ, അതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് ഹറാമായിരുന്ന പലതും ഇപ്പൊ ഞാൻ ഹലാലാക്കി തന്നു. അത് നല്ല വർത്താനല്ലേ? അങ്ങനല്ലേ ചില കള്ളന്മാരായ ആൾക്കാർ? ഏതെങ്കിലും കുറച്ചാള് മുന്നിൽ വരുമ്പോ പിന്നെ അവർക്ക് നിസ്കാരമല്ല. അപ്പൊ എന്താ ഇപ്പൊ മൂപ്പർക്ക് നിസ്കാരമില്ലാത്തത്? മൂപ്പര് നിസ്കാരത്തെ പറ്റി നിങ്ങൾ ചോദിക്കരുത്, പിന്നെ ആ നിസ്കാരത്തെ പറ്റി ചോദിക്കണ്ടി. മൂപ്പര് മുഷാഹദയിലാണ്. അത് പ്രത്യേകം 4 അറബി വാക്ക് പറയാൻ പഠിപ്പിച്ചാൽ മതിയല്ലോ. മൂപ്പര് മുഷാഹദയിലാണ്, മൂപ്പര് മുറാഖബയിലാണ്, മൂപ്പര് ഫനായിലാണ്. അപ്പൊ തിരിച്ചു പറയണം, ഫനാവും മുഷാഹദ എന്നല്ല, അടിന്റെ കുറവാണ്. നിസ്കരിക്കാത്തിന് ചെറുപ്പത്തിൽ തന്നെ അടി കിട്ടിയിട്ടില്ല വാപ്പാരന്മാരൊന്നും. എപ്പോഴെങ്കിലും ഒരു കിട്ടുന്ന ഒരു അടി ഹാനിച്ച കളവാണത്. നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ട് എനിക്കത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഒരു അഭ്യർത്ഥന, നിങ്ങളിപ്പോ വലിയ ആളായില്ലേ, അതുകൊണ്ട് നേരത്തെ ഹറാമായത് പലതും നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നു. സ്വർണപാത്രങ്ങൾക്ക് ഹറാമായിരുന്നു, നിങ്ങൾ പഠിച്ചതനുസരിച്ച്. വെള്ളിക്കോപ്പയിൽ കുടിക്കാൻ പാടില്ല, ഹറാമായിരുന്നു. അത് രണ്ടും ഉപയോഗിക്കൽ പറ്റുന്നൊരു ലോകമുണ്ട്, സ്വർഗലോകമാണ്. നിങ്ങൾക്കത് പറ്റൂലെന്നല്ലേ നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ സ്ഥാന ബഹുമാനം കൊണ്ട് നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ സുപ്രങ്ങനെ തായോട്ട് ഇറങ്ങി വന്നപ്പോ കാല് ഉയർത്തിപ്പിടിച്ച് ഒറ്റ തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ശപിക്കപ്പെട്ട പിശാചേ, മിണ്ടാതെ പോടാ, മിണ്ടാതെ പണി നോക്കിപ്പോടാ. ഇബ്ലീസ് സംസാരിക്കുന്നു. ആ സുപ്ര പിന്നെ പുകച്ചുരുളായിട്ട് ഇങ്ങനെ ഉയർന്നു. പുകച്ചുരുളുകൾക്കുള്ളിൽ നിന്നൊരു വർത്തമാനം, നിങ്ങൾ വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെപ്പോലെ പർണശാലയിൽ ഇരിക്കുന്ന 69 ആളുകളെ തെറ്റിച്ചിട്ടാ ഞാൻ വരുന്നത്. നിങ്ങൾ എന്റെ കണക്കിൽ 70ാമത്തെ ആളായിരുന്നു. പക്ഷേ നിങ്ങളെ തെറ്റിക്കാൻ എന്റെ കയ്യിൽ ഒരു അടവും ഇല്ല. ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നതാണ്. മറ്റുള്ളവരെന്ത് മനസ്സിലാക്കും സഹോദരങ്ങളെ? സ്ഥാനം കൊണ്ട് അല്ലാഹു എനിക്ക് തന്നതാണ്, ബഹുമാനം കൊണ്ട് അല്ലാഹു എനിക്ക് പ്രത്യേകം തന്നതാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഈ വിഷയം ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദേ, കടുത്ത വിശപ്പ്, വല്ലാത്ത ദാഹം, കുറച്ചെങ്കിലും കുടിക്കാൻ തോന്നാതെ, കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നാതെ ഒരൊറ്റ അടിക്കന്നെ തട്ടിക്കളഞ്ഞത് എങ്ങനെയാണ്? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എന്റെ ആദർശം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശമാണ്. ഹറാമാക്കിയത് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്റെ മനസ്സിൽ വന്നത്, സ്വർണപാത്രം നബി തങ്ങൾ കണ്ടിട്ടില്ലേ, വെള്ളിക്കോപ്പ അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിട്ടില്ലേ, ഉപയോഗിച്ചിട്ടില്ലല്ലോ. അവിടുത്തേക്ക് ഹലാലാകാത്തത് എനിക്ക് ഹലാലാവുകയോ?
ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവശി എന്നോവർ. ആ നബിയുടെ ആദർശത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. എത്ര കാലം ഞാൻ ജീവിച്ചാലും എത്ര കറാമത്ത് അല്ലാഹ് എനിക്ക് തന്നാലും മുത്ത് നബിക്ക് ഹറാമാക്കിയൊരു വിഷയം എനിക്ക് ഹലാലാകൂല. അങ്ങനല്ലേ? മുമ്പ് പിഴച്ച ത്വരീഖത്തിൽ പോയ ഒരാളോട്, അല്ല ഉസ്താദേ, നിങ്ങളെ ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്റെ ഭാര്യന്റെ കൈ പിടിച്ചിട്ടാണ് ബയ്യത്ത് ചെയ്തത്. ഭാര്യന്റെ കൈ നേർക്ക് പിടിച്ചിട്ട് എന്റെ ഭാര്യ നിങ്ങളെ ത്വരീഖത്തിന്റെ ഷെയ്ഖിന് ഹലാലാകുമെന്ന് വെച്ചപ്പോ അത് ബയ്യത്തിന്റെ വിഷയത്തിൽ കുഴപ്പമില്ല, ഷെയ്ഖിനെ അംഗീകരിക്കലോടോ പിന്നെ എല്ലാവരും ഷെയ്ഖിന്റെ മക്കളായി മാറി. നല്ല സുഖാണല്ലോ പിന്നെ അങ്ങനെ ആകുമ്പോ. ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാരും വരിവരിക്ക് പോയി നിന്നാ മതി, എന്നാ സുഖല്ലേ? ധാനിച്ച പൊട്ടത്തരാണ് ഈ പറയുന്നത്. സഹോദരന്മാരെ, കുറച്ചാള് വരുമ്പോ അങ്ങനെ തോന്നിപ്പോവുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആദർശരംഗത്ത് അടിയുറച്ചു നിൽക്കണം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. മുത്തഖീങ്ങളായി ജീവിച്ചവരാണ് ഔലിയാക്കൾ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരാണ്. ഫർളിനും സുന്നത്തിനും വലിയ പ്രാമുഖ്യം നൽകിയവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് വലിയ കറാമത്ത് നൽകിയത്. ആ കറാമത്ത് നൽകിയ കൂട്ടത്തിൽ മുത്തവാത്തിറായി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ കറാമത്തുകളുള്ള മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു, സമയം പരിമിതമാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഷെയ്ഖ് അവരുടെ പേരിൽ കഴിയുന്ന ആളുകളൊക്കെ എപ്പോഴും ഫാത്തിഹ ഓതണം. അത് വലിയ ബറക്കത്തിന് കാരണമാണ്. അവർ വലിയ മഹാനുഭാവനാണ്. ലോകത്ത് ജീവിച്ചു കഴിഞ്ഞ മഹാന്മാരിൽ ഔലിയാക്കളിൽ വലിയ മഹാനുഭാവനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഒരു സാധാരണ മഹാനല്ല. ഇന്നും നിങ്ങൾ നോക്ക്, നമ്മൾ കാണാത്ത സ്ഥലമാണ് ഇറാന്. ജീലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയി തുടങ്ങുന്നേ ഉള്ളൂ സന്ദർശിക്കാൻ. ബഗ്ദാദൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂട്ടം കൂട്ടമായി പോയി തുടങ്ങുന്നേ ഉള്ളൂ. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ വലിയ മഹാനുഭാവന്റെ പേരിൽ എത്ര നാടുകളിലാണ് ഉറൂസും അനുസ്മരണവും ഭക്ഷണ വിതരണവും സാന്ത്വന പ്രവർത്തനവും. ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയത് വെറും ഒരു വാർഷികത്തിനും ദുആനും മാത്രമല്ല. ഞാൻ ഈ പേപ്പർ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വനം, മെഡിക്കൽ കാർഡ് വിതരണം, ഡയാലിസിസ് കാർഡ് വിതരണം, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ വാർഷികത്തിന്റെ പിന്നിൽ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതൊക്കെ നല്ല നന്മകളാണ്. ആളുകൾക്ക് ഓരോ കാലഘട്ടത്തിൽ ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ അത് മുഖ്യമായ ലക്ഷ്യമാണ്. ദുആ ഉണ്ട്, ദിക്റുണ്ട്, മൗലിദുണ്ട്, മഹ്ലറത്തുൽ ബദരിയിലെ ദിക്റൊക്കെ ചൊല്ലി ബദരീങ്ങളെ തവസ്സുലാക്കി ഒക്കെ ദ്വാർക്കുന്ന സദസ്സാണ്. ജീവിതത്തിന് ആവശ്യമായ നല്ല നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നെത്തിയ ഉമ്മമാര്, പെങ്ങന്മാര്, ചെറുപ്പക്കാര്, കുട്ടികൾ, മുതഅല്ലിമുകൾ, ഉസ്താദുമാര്, കാരണവന്മാർ, ഉപ്പമാർ, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. രോഗികളുണ്ട്, എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അണ്ടൂർക്കോണം സയ്യിദ് അവർകൾ തങ്ങളുപ്പാപ്പ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. വേണ്ട ഉപദേശങ്ങളൊക്കെ ചെയ്തു തരും. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ഫത്ഹും സലാമത്തും ഏറ്റി നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറഞ്ഞ വാക്കുകൾ മാത്രം ഞാൻ സംസാരിച്ചതാണ്. പഠിക്കാൻ കിട്ടുന്ന നല്ല ഭാഷണങ്ങൾ കേട്ട് ഇനിയും ധാരാളം നമ്മൾ പഠിക്കണം. മഹാനവറുകളെ ആത്മീയമായി നല്ലോണം സ്നേഹിക്കണം. അവരുമായിട്ടൊരു ബന്ധത്തിന് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓരോ ദിവസം ഓതണം. അതിനാകെ നമുക്ക് ചെലവ് 1 മിനിറ്റ് 1.5 മിനിറ്റേ വരുള്ളൂ. കൂടുതൽ ചെലവൊന്നും വരൂല. ഹദ്ദാദ് റാത്തീബ് ഓതുന്ന ആളുകള് ആ കൂട്ടത്തിൽ ഒരു ഫാത്തിഹയും കൂടി ഓതിയാൽ ആ സമയത്തിന്റെ ഉള്ളിലല്ലേ, അല്ലെങ്കിൽ പകലോ രാത്രിയോ, അതൊരു ബന്ധത്തിന് കാരണമാണ്. വലിയ മഹാന്മാരുമായി അങ്ങനെ ഫാത്തിഹ ഓതി അവർക്ക് നല്ലത് ഹദിയ ചെയ്തുകൊണ്ട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.